Good morning. Good morning. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. ഇല്ലടാ, തുടങ്ങിയിട്ടില്ല. Good morning. Good morning, ma'am. Morning, ma'am. Okay, prayer എല്ലാം കഴിഞ്ഞോ? Good morning, ma'am. ഇല്ല മാം. Okay, please start. ഞാൻ പറയുന്നു. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ വന്ദിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഗുഡ് മോർണിംഗ് മാം. സംസ്കൃതമായിരുന്നു. അതെ മാം. മൂകാംബിക വിദ്യാലയയിലെ പ്രയറാ മാം. വ്യാസയുടെ ഒന്നും മനസ്സിലായില്ല, പക്ഷെ രസമുണ്ട്. സരസ്വതി നമസ്കരിക്കുക. സരസ്വതി. ഓക്കെ,
സരസ്വതി ഭഗവതി പാദം അങ്ങനെ കണ്ടപ്പോ മനസ്സിലായി, സരസ്വതിയെ നമസ്കരിക്കുന്നത് മനസ്സിലായി. അതെ. ഓക്കെ, സോ ഇനി എന്താ ആരെന്താ ഉള്ളേ? ഷെയർ ചെയ്യാൻ വല്ലതും ഉണ്ടോ? ക്ലാസ് കഴിയുന്നതോറും നിങ്ങൾക്ക് ഷെയറിംഗ് ഒക്കെ കുറയുവാണല്ലോ. ക്ലാസ് തീരാറാകുമ്പോ, ക്ലാസ് തീർന്നു കഴിയുമ്പോൾ വരും, അശ്ശോ ഞങ്ങൾക്ക് ക്ലാസ് മിസ് ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു. മര്യാദക്കുള്ള സമയം ഉപയോഗിക്കാത്തതിന്റെ വിഷമം അപ്പൊ മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ല? മാം, യെസ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്. സൈൻ ഇൻ ചെയ്യാവേ. ഒരു ചെറിയൊരു കഥയാ. കേട്ടിട്ടുണ്ടാവും പലവരും. ഒരു ഗ്രാമത്തിൽ കഠിനമായ വരൾച്ച ഉണ്ടായിരുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി തീരുമാനിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. അവര് അടുത്ത ദിവസം, പല മതസ്ഥരുണ്ടല്ലോ ഗ്രാമത്തിലാകുമ്പോൾ, കുറെ ആൾക്കാർ പല ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി അടുത്ത ദിവസം ഒരു സമയം പറഞ്ഞ് അവര് പ്രാർത്ഥിക്കാനായിട്ട് എത്തി. അപ്പൊ ഒരു പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ അവരവരുടെ രീതിയിൽ, അവരവർക്ക് അറിയാവുന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് അപ്പം അതിലൊരു ആള് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് മാറിക്കുക, അവിടെ ഒരു കൊച്ചു കുട്ടി നിൽക്കുന്നുണ്ടോ? ഒരു കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടിയുടെ കയ്യില് കുടയുണ്ടായിരുന്നു. ഒരു കുടയുമായിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പൊ പറഞ്ഞ്, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെക്കാട്ടിലും അവന്റെ ആ വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവല്ലേ ദൈവത്തോട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം കേൾക്കും. അതുകൊണ്ടാണ് അവന് കുടയുമായിട്ട്, ബാക്കി ആരും കുട കൊണ്ടുവരുന്നത്, ആ കുട്ടിയിലുള്ള ആ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, അതാണ് നമ്മൾ കൂടുതലും അംഗീകരിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതും. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഇതാ, കേട്ട ഒരു കഥ. പലവരും കേട്ടിട്ടുണ്ടാവും, എന്നാലും അതൊന്ന് പറയാൻ തോന്നി. കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ നമ്മളെ പിടിച്ചെടുത്തുവല്ലോ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ആൻഡ് ക്ലാസിന്റെ നേരെ ഞാൻ പേര് ചൂണ്ടിയപ്പോ ഡേയ്സിൻ ക്ലാസിന്റെ മാനത്തെ രക്ഷിക്കാനായിട്ട് മുൻകൂട്ട് വന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം. പലരും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക, പലർക്കും പല കഴിവുകളുണ്ട്, അതൊന്നും പുറത്തു കൊണ്ടിട്ടില്ല. അത് കഴിയുമ്പോഴേക്കും പ്രീവിയസ് ബാച്ചിന്റെ കാര്യം എനിക്കറിയാം. അയ്യോ ഭയങ്കര കരച്ചിലാണ്, ഞങ്ങൾക്ക് ക്ലാസ് മിസ് ചെയ്യുന്നു. ഇപ്പം നൈറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ ഞാൻ കൂടുതൽ ടൈം, കാരണം നൈറ്റ് ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സ് കുറവായത് തന്നെ ഞാൻ തന്നെയായിരുന്നു കൂടുതൽ ക്ലാസ്സസ്. മിസ് ഞങ്ങൾക്ക് ആ ടൈം ആകുമ്പോഴേക്കും മിസ്സിനെ കാണണം തോന്നുന്നു, അവർക്ക് കൂടെ ഭയങ്കര ഒരു വിഷമം. സോ ഞങ്ങൾക്കും തുടങ്ങിയിട്ടുണ്ട് വിഷമം. അപ്പൊ മാക്സിമം യൂസ് ചെയ്തോളൂ. പിന്നെ നിങ്ങളോട് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, കാരണം കൺഫ്യൂഷൻ ആക്കരുത്. കാരണം പല ഇൻഫർമേഷൻസും പല ബാച്ചിലോട്ടോ പറഞ്ഞു കഴിയുമ്പോൾ അവരത് ഭയങ്കര ടെൻഷനിൽ, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയുന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ട് പലർക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോവാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മള് പഠിച്ച ഒരു മെത്തേഡ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുന്നത്. പിന്നെ ചിലർക്ക് പല പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. പെട്ടെന്ന് എപ്പോഴെങ്കിലും പറ്റുമ്പോൾ ചെയ്യുക. വൈവ ടൈമിൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് കരുതി നിങ്ങളുടെ മാർക്ക് കുറയില്ല. ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി, ഒരു ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പ്രസന്റ് ചെയ്ത് കാണിക്കണം. അത്രേ ഉള്ളൂ, ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർ പ്രത്യേകിച്ച്. പിന്നെ ഓൾറെഡി പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു, നിങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ പ്രാക്ടിക്കൽ സെഷനിൽ കുറച്ച് പേര് അന്ന് വൈവ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് തിയറി എക്സാമിന്റെ ഡേറ്റും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എക്സാമിന് മുൻപേ, അതായത് ഈ ഒരു ടൈമില് വൈവ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്ലോട്ട് ഇടുന്ന കാര്യം മാമിനോട്, പ്രസീത മാമിനോട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വൈവയുടെ സ്ലോട്ട് ഇടുമ്പോൾ ഇത്രയും പേര് കുറവായിരിക്കുമല്ലോ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും, കോൺവെക്കേഷൻ നടത്താനായിട്ട് പറ്റും.
ചിലർക്ക് ജോബിലുള്ളവരുണ്ടാകും, അവർക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതായിട്ട് വരും. നമുക്ക് പെട്ടെന്ന് പറയുമ്പോഴേക്കും പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ഒരു സർട്ടിഫിക്കറ്റ്. ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ ഇതുമായി കൺസേൺഡ് അതോറിറ്റി അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവനും അപ്ലോഡ് ചെയ്ത് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് അവർക്കത് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. കാരണം വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ, അതങ്ങനെ വെറുതെ കിട്ടുന്ന സാധനമല്ലല്ലോ. അപ്പൊ അത്രയും പ്രോസസ്സ് അതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ചിലരുടെ എനിക്ക് ഇന്റർവ്യൂവിന് പോകണം, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു ടൈമില് വൈവയ്ക്ക് റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് തരുവാണെങ്കിൽ. പക്ഷെ കൺഫ്യൂഷൻ ആകരുത് കേട്ടോ, കാരണം വർക്കുകൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ അറ്റൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടും. കാരണം വർക്ക് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ വൈവയിൽ അതിന്റെ മാർക്ക് കുറയും. സോ അതുകൊണ്ട് ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് തീർക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും വൈവയെ കാണരുത്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്ന ഒരു മാർക്കാണ്, പ്രാക്ടിക്കൽ സെഷനിൽ വരുന്ന മാർക്കാണ്. ഡിപ്ലോമക്കാർക്ക് അഞ്ച് ഡിവിഷൻ 5 സെഷൻ ആയിട്ടാണ് ആ മാർക്ക് കിട്ടുന്നത്. അതായത് 500-ല് PGക്കാർക്ക് 6 സെക്ഷൻസ് ആയിട്ടാണ് 600-ലാണ് മാർക്ക് വരുന്നത്. അപ്പൊ അത് മാർക്ക് ലിസ്റ്റില് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ ആ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഉണ്ടാവുമല്ലോ, അതിൽ കാണുന്ന മാർക്ക്. അതുകൊണ്ട് ധൃതി പിടിച്ച് വൈവ അറ്റൻഡ് ചെയ്ത് കിട്ടുന്നത് മതി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. റെഡി ആണ് എന്ന പൂർണ്ണ ബോധ്യം ഉള്ളവർ മാത്രം വൈവക്ക് ഇപ്പൊ റെഡി ആണെങ്കിൽ ഒന്ന് ലിസ്റ്റ് തരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പാരലലി വൈവ അങ്ങ് കണ്ടക്ട് ചെയ്ത് പോകാം. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ അല്ലേ? അങ്ങനെയാകുമ്പോ കുറച്ചു പേരുടെയെങ്കിലും നമുക്ക് കഴിയും. എക്സാം കഴിയുമ്പോൾ ആണ് നമ്മൾ ഫൈനൽ ആയിട്ട് വൈവയുടെ സ്ലോട്ട് ഇടുന്നത്. ടൈമിൽ എക്സ്ക്യൂസ് ഒന്നും പറ്റില്ല, കാരണം ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടിയായിരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. ടൈമിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് കോൺവെക്കേഷനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഒരാൾ ഡിലേ ആകുമ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ബാധിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് എന്താ പറയാ, ഈ ഒരു നിങ്ങളുടെ വൈവ എല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് ഡിലേ ആകാതെ, കാരണം എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ജോബിൽ ഇരിക്കുന്നവർക്കും ജോബ് അന്വേഷിക്കുന്നവർക്കും എളുപ്പമായിരിക്കും. സോ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറയൂ കേട്ടോ. പറഞ്ഞിട്ട് ആ ലിസ്റ്റും ഒന്ന് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെ വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനെ പറ്റി ആദ്യം ചിന്തിക്കാത്തത്. പക്ഷെ നടക്കുവാണെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ട്. ഓക്കെ ഫൈൻ. സോ ഇന്ന് ആരാ ക്ലാസ് ലീഡ് ചെയ്യുന്നേ? യെസ്, ഇല്ല ആരില്ലെങ്കിൽ ജോളി ബാച്ചിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരാളായിരുന്നു. ഓക്കെ, എന്തായാലും ആരെങ്കിലും തയ്യാറാണെങ്കിൽ പറഞ്ഞോട്ടെ. കാരണം ഞാൻ അടുത്ത ബാച്ചിലേക്ക് എക്സാം എഴുതുന്നുള്ളൂ, ഇപ്പൊ എഴുതുന്നില്ല. കാരണം എനിക്ക് ഒത്തിരി മാരേജ് സംബന്ധിച്ച് പോയതുകൊണ്ട് ഒത്തിരി പെൻഡിങ് ഉണ്ട് വർക്കുകൾ, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ആണോ? ഇപ്പൊ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാതെ വെറുതെ എക്സാം എഴുതിയിട്ട് കാര്യമില്ലല്ലോ മാം. അസൈൻമെന്റ്, മോക്ക് ടെസ്റ്റ് ഒക്കെ ഒത്തിരി ഏതൊക്കെ അറ്റൻഡ് ചെയ്തു എന്ന് അറിയത്തില്ല. ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. പിന്നെ ടെസ്റ്റ് നല്ലതായിട്ട് റെഫർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നോക്കണമെന്നുണ്ട്, അതൊക്കെ നോക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയി നല്ല ഒരു അതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ എക്സാം. അതിന് ടൈം കിട്ടില്ല എന്ന് ജോലിക്ക് ഉറപ്പാണോ? മീൻസ് ഈ ഒരു ബാച്ചിന്റെ കൂടെ തന്നെ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ടൈം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാതെ നമ്മൾ എക്സാം ഫീ അടച്ചിട്ട് എല്ലാം കൂടെ ഒരുമാതിരി അവിയലായി പോയാലോ എന്ന് കരുതി ഞാൻ എക്സാം ഫീ അടച്ചിട്ടില്ല മാം. കാരണം അവിയലാക്കണ്ടെന്ന് കരുതി ടൈം കിട്ടുവാണെങ്കിൽ അന്നേരം എന്താന്ന് വെച്ചാൽ സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ ശാന്തമായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം കഴിയട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് തന്നെ ഇരുന്ന് പെൻഡിങ് വർക്ക്സുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്ക്. എന്നിട്ട് ഒന്ന് ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. ദിവസം 20 മിനിറ്റ്സ് എങ്കിൽ 20 മിനിറ്റ്സ് എത്ര ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്ക്. എന്നിട്ട് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മാം. കാരണം ടെസ്റ്റ് നല്ലതായിട്ട് റെഫർ ചെയ്യും കുറച്ചു നേരം ഇരുന്ന്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് നോക്കും, അല്ലെങ്കിൽ പിന്നെ അസൈൻമെന്റ് നോക്കും. പിന്നെ റെക്കോർഡ് ക്ലാസ് എല്ലാം നോക്കിയെങ്കിലല്ലേ ഓരോ വർക്കുകൾ ഏതൊക്കെയാണ് എന്താണ് മാം പഠിപ്പിച്ച ക്ലാസ്സിൽ ഒത്തിരി കയറിയില്ലല്ലോ.
അതറിയാൻ പറ്റുമോ? നമ്മൾ ഒരു റെക്കോർഡ് ക്ലാസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ ആരെങ്കിലും കോൾ ചെയ്തു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു, അതെങ്ങനെ ടൈം അങ്ങ് കഴിഞ്ഞു പോകുമല്ലേ? നല്ലതായിട്ട് ഇതിനെ പറ്റി ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് മൈൻഡിൽ സെറ്റാക്കി വരണ്ടേ. അതുകൊണ്ട് ഞാൻ ഓക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചോട്ടെ, ജോലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? തംസപ്പുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ജോലി. കാരണം റെക്കോർഡ് ക്ലാസ്സിൽ ഇരുന്ന് കുറെ പെൻഡിങ് ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം, 5-6 hours എന്ന് വിചാരിക്കാം. കുറെ ഉണ്ടെങ്കിൽ ജോലി ഇപ്പൊ ഇരുന്ന റെക്കോർഡ് ക്ലാസ് കാണുന്നതിനേക്കാളും ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ പ്രീവിയസ്ലി ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല മാം. കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ സമയം കിട്ടുമ്പോരുന്ന് കണ്ടാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ല, അത് വെറുതെ അങ്ങനെ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ട് ടൈം കളയത്തില്ല. ഇത് നല്ലതായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് നമ്മുടെ മൈൻഡിൽ ഒന്ന് സെറ്റായി കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. ഒന്നും അറിഞ്ഞുകൂടാതെ പൊട്ടർ റൂട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഒരു അവിയൽ കിട്ടിയിട്ട് എക്സാം എഴുതി ഒരുമാതിരി ഇപ്പൊ ഞാൻ റെക്കോർഡ് ഫസ്റ്റ് ചെയ്തു, 3rd or 4th ഏതോ ഒരെണ്ണം കൂടെ ചെയ്തു. പിന്നെയും കിടക്കുമല്ലേ 5 എണ്ണം ചെയ്യാനെ കൊണ്ട്. പിന്നെ അസൈൻമെന്റ് എന്തോ പെൻഡിങ് 2ലും കിടക്കുന്നു. അതെന്താണെന്ന് നോക്കണം. മോക്ക് ടെസ്റ്റ് നോക്കുമ്പോൾ അതൊന്നും നോക്കാതെ പോയി ജസ്റ്റ് പാസ്സാവുമായിരിക്കാം. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ഒരു പിക്ചർ എൻ്റെ മൈൻഡിൽ വേണ്ടേ എന്തേലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ജസ്റ്റ് ഒരു അവിയൽ പരുവത്തി എല്ലാം കൂടെ കിടക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം ജോലി, ഇറ്റ്സ് അപ് ടു യു. ജോലിക്ക് എന്താണോ ശരിയായ രീതി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിഫ്രഷിംഗ് സെഷൻ ഞാൻ വെക്കും. അതായത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ടോപ്പിക്സ് പ്രധാനമായിട്ടും ഞാൻ എന്തായാലും പാർട്ട് 3-ലെ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന യൂണിറ്റ് 3, 4, 7, 10 എന്തായാലും ബ്രീഫ് ചെയ്യും. പിന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞാൽ ആ ഒരു റിഫ്രഷിംഗ് സെഷനിൽ ഞാനത് ബ്രീഫ് ചെയ്യാറുണ്ട്. എല്ലാ ബാച്ചിനും കൊടുക്കുന്ന ഒരു കാര്യമാണ് എക്സാമിന് മുമ്പുള്ള ഒരു റിവിഷൻ. അതൊരു ബ്രീഫിംഗ് സെഷൻ ആയിരിക്കും. അപ്പോ ആലോചിച്ച് തീരുമാനിക്കൂ. നോ പ്രോബ്ലം. റെക്കോർഡ് ആരോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല? ഷീബ റെക്കോർഡ് കംപ്ലീറ്റ് അല്ല. ഓക്കെ ഷീബ, ഈ ഒരു ടൈമില് സമയം ഇനി ഇല്ലേ? എല്ലാ സമയത്ത് അത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ്. ഓക്കെ, സോ പിന്നെ ആരും ലീഡ് ചെയ്യാനില്ല. ജോലി ഓക്കെ റെഡി ആണെന്നൊക്കെ പറയുന്നു. എനിവേ പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന്റെ രസം എന്താ വെച്ചാല് എന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. കാരണം നിങ്ങളുടെ ക്ലാസ് എനിക്ക് കുറെ മിസ്സായിട്ടുണ്ട്. പകരം എനിക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനും വന്നിട്ടുണ്ടായിരുന്നു. 10-ല് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, 9-ല് തീരാറായിട്ടുണ്ട്. ഒരു ക്ലാസ്സും കൂടെ മതി. അപ്പൊ 9-ഉം 10-ഉം മുന്നില്ല. നിങ്ങൾക്ക് ഇത് പകുതി പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ പ്രസിദ്ധ മാമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ക്ലാസ് തീരേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കോമ്പൻസേറ്ററി ക്ലാസ്, എക്സ്ട്രാ ക്ലാസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നൈറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ടൈം പ്ലീസ് പറയാം. സമയം നൈറ്റില് ഒരു 8 മണി മതിയോ? 8 മണി മതിയോ? എനിക്ക് റിജോ, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് റിജോയോടും കൂടെ ചോദിക്കണം. റിജോ ആണ് ഹോസ്റ്റ് ആയിട്ട് വന്ന് ക്ലാസ് ഓൺ ചെയ്യുന്നത്. റിജോ ആ ടൈമിൽ അവൈലബിൾ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. 8 മണി ഓക്കെ ആണോ? അതിനനുസരിച്ച് ചിലപ്പോ ഞാൻ 7 മണി to 8 മണി കിട്ടുമെന്ന് നോക്കട്ടെ മിസ്. അതിന്റെ കൂടെ 8 മണി to 8 മണിക്ക് വരുമ്പോ 9 മണിക്കല്ലേ അവസാനിക്കുള്ളൂ. 8 പറ്റുമോ സമയത്തല്ലേ? നമസ്കാര ടൈമാണ്. അതെ 7 മണിക്ക് കഴിയുമല്ലോ. 7 മണിക്ക് കഴിയും. 7:30 ആക്കണോ? പറഞ്ഞാൽ മതി എന്നോട്. ഇന്ന് ആരെങ്കിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഇന്ന് തന്നെ അയക്കണം കേട്ടോ, ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാമിനോട് ചോദിച്ച് ടൈം സെറ്റ് ചെയ്യാം. നാളെ എനിക്ക് ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട്. ഇന്ന് എന്തായാലും പറ്റില്ല, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയുള്ളൂ.
നാളെയോ മറ്റന്നാളെ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച എന്തായാലും 2 ക്ലാസ് ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് നോക്കാം. അടുത്ത ആഴ്ച കൂടെ എടുത്തിട്ട് 8 മതിയോ? ഓക്കെ ഫൈൻ, എന്നാ ഫൈനലൈസ്ഡ് 8 പോരേന്ന് എന്നോട് ജസ്റ്റ് ചോദിക്കുന്നത് എന്നോടല്ല എല്ലാവരോടും ആയിട്ട്. സോ 8. അപ്പൊ ആ സമയത്തിനുള്ളിൽ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരൊക്കെ ഹോംവർക്ക് ഒക്കെ ചെയ്യിച്ച് നിങ്ങളൊന്ന് ഫ്രീ ആവും. അല്ലെങ്കിൽ നിങ്ങൾ 7 മണിക്ക് കയറിയാലും 7:30 കയറിയാലും കുട്ടികൾ വന്ന് വിളിക്കും, വിശക്കണോ ഹോംവർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതുകൊണ്ട് 8 മണിന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ആ ടൈമിൽ എല്ലാം ഒന്ന് തീർത്ത് വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, മീ ടു. ഞാനും, എനിക്കും ഉണ്ടല്ലോ ഒരു കുഞ്ഞിവിടെ. ഒന്നല്ല 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഹസ്ബൻഡ് എത്തുന്നത് 8 മണി സമയത്തായിരിക്കും. ഓക്കെ, സോ എവിടെ വരെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി മാം എടുത്തുകൊണ്ടിരിക്കുന്നത് 96 പേജ് നമ്പർ വരെ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ഇൻട്രോ പോലെ. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിലാണ് അത് പോകുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ലോ ഓഫ് വർക്ക് പറഞ്ഞു. അതായത് കുട്ടികൾ ചെയ്യുന്ന അവരുടെ ഗെയിം, ആ ഒരു പ്ലേ ആണ് നമ്മളിവിടെ വർക്കായിട്ട് പറയുന്നത്. വർക്ക് ടു പ്ലേ എന്നാണ് മോണ്ടിസോറി പറഞ്ഞത്. കുട്ടികൾ ഇഷ്ടപ്പെടും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഈ ഒരു പ്ലേയിലൂടെയാണ് അവർ ഓരോ കാര്യം തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് പറയാ മോണ്ടിസോറി അതിനെ വർക്ക് ടു പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡൻസിന്റെ കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്താലാണ് അവർ തന്നെത്താനെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡവും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെട്ട കാര്യമാവുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. 3rd പോയിന്റ് ആയിട്ട് പറഞ്ഞു പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേഷൻ. അല്ലെ, അവർ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്കൊരു മെറ്റീരിയൽ കൊടുക്കുന്നു, നമുക്കറിയാം മെറ്റീരിയൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട രീതി ഇതാണ്. അവരത് ചെയ്യും, പലതവണ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അതിന്റെ ഫുൾ കൺട്രോൾ ഓഫ് ആക്ഷൻ അവർക്ക് വന്നു കഴിയുമ്പോൾ അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവര് ഭയങ്കര ഇമാജിനേഷനിലൂടെ അതിനെ വേറെ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസും കൊടുക്കുമ്പോൾ കുട്ടികൾ കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസുമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പല രീതിയിൽ വെച്ച് രണ്ടും കൂടെ ജോയിൻ ചെയ്ത്. ദാറ്റ് ഈസ് അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അതിന്റെ ഡെവലപ്മെന്റ് ആണ്. നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് സിലിണ്ടറും കൊടുക്കുമ്പോൾ, നോബ്ഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ നോബുണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരേ കളർ, വുഡൻ കളർ ആയിരിക്കും. നോബ്ലെസ് ആവുമ്പോഴേക്കും ഡിഫറെന്റ് 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്, ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ്. ഈ 2 സിലിണ്ടറിന്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടും അവർ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യും. ലെറ്റ് ദം, അവർ ചെയ്തോട്ടെ. കാരണം അത് അവരുടെ ഇമാജിനേഷന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഡെവലപ്മെന്റ് ആണ്. ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിച്ചാൽ മതി, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി രണ്ടും കൂടെ മുന്നോട്ട് പോയി അവർ ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവരുടെ അക്കാദമിക്സിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേസമയം അവർ ഫാന്റസിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ തടസ്സം കൊടുക്കണം. കാരണം ഫാന്റസിയിലേക്ക് ഒരിക്കലും കുട്ടികളെ വിടരുത് എന്നാണ് മറിയാം മോണ്ടിസോറിയുടെ അഭിപ്രായം. കുട്ടികളെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യണം, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയിൽ നിൽക്കുന്നു. പിന്നെയുള്ള 2 ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ലാസ്റ്റ് 2 ലോസ് ആയിട്ട് വരുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് ദി ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാല്യൂസ് ഡെവലപ്പ് ആകുന്ന ഒരു ടൈം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയ ബാച്ച് കേട്ടോ, 17 ബാച്ചില് ഞാൻ ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുത്തു. അതായത് ഒരു കുട്ടി വന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, അതായിരുന്നു സിറ്റുവേഷൻ. അപ്പൊ ഒരു കുട്ടിയുടെ ഒരു ട്രെയിനിങ് ആള് അമ്മയാണ്, ഇങ്ങനെ പുറത്തെപ്പോഴോ പോയപ്പോ കണ്ടൊരു ഇതുപോലൊരു കുട്ടി വന്ന് ബെഗ് ചെയ്തതും ആളുടെ കൂടെ ഉണ്ടായിരുന്ന മകള് 8 വയസ്സേ ഉള്ളൂ, ആ മോള് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അമ്മയെ അവന് നല്ലപോലെ വിശക്കുന്നു തോന്നുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോ ഈ മോൾക്ക് ഫീൽ ചെയ്യാണ് അവന് വിശക്കണമെന്ന് തോന്നുന്നു, നമുക്ക് അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം എന്ന് അമ്മയോട് മകള് പറയുന്നത്.
അമ്മയുടെയും കണ്ണു നിറഞ്ഞിരിക്കുവാണ്, മോളുടെ കണ്ണു നിറഞ്ഞിരിക്കുക. അപ്പൊ ആ ഒരു ഫീല്, ഒരു എമ്പതി അവർക്ക് ഫീൽ ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് 8 വയസ്സുള്ള മോൾക്ക് അത് ശരിക്കും ഉള്ളത് എക്സ്പ്രസ് ചെയ്തു. അവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അവന് വിശക്കുന്നു എന്ന് തോന്നുന്നു. ഒരു എമ്പതി വന്നു. കുട്ടികളുടെ വാല്യൂസ് ജനറേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് അവരുടെ ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്. പിന്നെ സ്പിരിച്വൽ ലൈഫ് അവർ കണക്ട് ചെയ്തിരിക്കുന്ന അവരുടെ ഫാമിലിയിൽ പല ട്രഡീഷൻസ് ഉണ്ടാകും, റിലീജിയസ് ബിലീഫുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ കുറെ വാല്യൂസ്, മൂല്യങ്ങൾ നമ്മൾ പറയില്ലേ, ആ ഒരു വാല്യൂസ് ആണ് പകർന്നു കൊടുക്കുന്നത്. അതാണ് അവരുടെ ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നു, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നു. അതൊക്കെയാണ് ആ ഒരു ഇമോഷണൽ സ്പിരിച്വൽ ലൈഫിൽ വരുന്നത്. പിന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഗ്രോത്ത് ആണ് നമ്മൾ ഈ ടോപ്പിക്കിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ. ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്. മറിയ മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മോണ്ടിസോറി കുട്ടികളുടെ ഒരു 6 years വരെയും നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് മോണ്ടിസോറിക്ക് കൊടുക്കാനായിട്ട് പറ്റി. അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ എക്സ്പെരിമെന്റ്, അവരുടെ റിസർച്ച്, അനാലിസിസ് എല്ലാം പക്കയായിരുന്നു. പക്ഷെ 6 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളിൽ കാര്യമായ ഒബ്സർവേഷനോ റിസർച്ചോ അനലൈസിസോ ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അതാണ് ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ബട്ട് ആ ഒരു 3 to 6 years എന്ന് പറയുന്നതാണ് അവരുടെ ഡെവലപ്മെന്റിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ കാര്യമായ രീതിയിൽ തന്നെ മറിയ മോണ്ടിസോറിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചൈൽഡ്ഹുഡ്, ഒന്ന് അഡൽട്ട്ഹുഡ്. ഈ ചൈൽഡ്ഹുഡ് അപ്പൊ 2 stages ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ മറിയ മോണ്ടിസോറി ഈ ഗ്രോത്ത് ഓഫ് ചൈൽഡ് അത് എത്ര സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. 2 stages ആണ്, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് തുടങ്ങി 0 years തുടങ്ങിയിട്ട് 12 years വരെ. യെസ്. ദെൻ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് 12 to 24 years, ആ ഒരു രീതിയിൽ. ഇനി മോണ്ടിസോറി അഗെയിൻ ഈ ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ചൈൽഡ്ഹുഡിൽ 2 പീരീഡ് വന്നു, അഡൽട്ട്ഹുഡിൽ 2 പീരീഡ് വന്നു. അപ്പം അങ്ങനെ 4 പീരീഡ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് പലപ്പോഴും. നമ്പർ ഓഫ് സ്റ്റേജസും നമ്പർ ഓഫ് പീരീഡ്സും നമ്മൾ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് എന്നെ എടുത്ത് പറയുന്നത് 2 stages ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്, 4 periods. ഇതിനെ അഗെയിൻ ഡിവൈഡ് ചെയ്ത് പീരീഡ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 0 to 6 years ആണ് ഫസ്റ്റ് പീരീഡ്, ചൈൽഡ്ഹുഡിലെ ആ ഫസ്റ്റ് സെഷൻ. ചൈൽഡ്ഹുഡിലെ ബാക്കിയുള്ള ഭാഗം 6 to 12 years ആണ് സെക്കൻഡ് പീരീഡ്. നെക്സ്റ്റ് അഡൽട്ട്ഹുഡിലെ 12 to 18 years, അതായത് പീക്കായിട്ട് നിൽക്കുന്ന ടീനേജ് ടൈം ഉണ്ടല്ലോ, ആ 12 to 18 years ആണ് തേർഡ് പീരീഡ്. 18 to 24 years ആണ് ഫോർത്ത് പീരീഡ്. അപ്പൊ എൻ്റെ ചൈൽഡിന്റെ ആ ഒരു ഗ്രോത്ത് 24 years എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കറിയാം ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബ്രെയിനിന് മെയിൻ ആയിട്ട് 2 parts ആണുള്ളത്, ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും. ഈ രണ്ടും മെച്യൂർ ആകുന്ന ഒരു ഏജ് ആണ് 24 years. നമ്മൾ പറയില്ലേ വകതിരിവായി ഒരു ഇരുത്തം വന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏജ് ആണത് 24 years എന്ന് പറയുന്നത്. ആ ഒരു ടൈമില് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പക്കയായിരിക്കും. പിന്നെ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നു, മാരേജിലേക്കൊക്കെ എത്തി ഒരു ഫാമിലി ലൈഫൊക്കെ ആകാൻ അതിനെപ്പറ്റിയുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മെച്യൂരിറ്റി വരുന്ന ഒരു പ്രായമാണ് 24 വയസ്സെന്നാണ് പറയുന്നത്. 24 വയസ്സിലെ നീ പ്രേമിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഒരു കുട്ടിയോടും പറയാൻ പറ്റില്ല. കാരണം അതിനു മുമ്പ് തന്നെ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ വരും. അത് വരണം, അത് വന്നില്ലെങ്കിലാണ് എന്തോ പ്രശ്നം. അപ്പോ ഇത് വരുമ്പോ ചില കുട്ടികൾ അത് ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കും, ചിലർക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഒരു സ്പേസ് ഉണ്ടാക്കണം. ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ, അവർക്ക് നമ്മളോട് വന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ട് എന്ന് പറയാനായിട്ട്, എനിക്ക് ഒരു ക്രഷ് തോന്നുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫ്രീഡം, ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വി ക്യാൻ ഈസിലി മാനേജ് ദെയർ ഇമോഷൻസ്. അല്ലെങ്കിൽ ഇവർക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല, അത് പിന്നെ റോങ് വേയിലേക്കൊക്കെ പോകാനുള്ള
ചാൻസ് ഉണ്ട്. വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കുന്നതാണല്ലോ നല്ലത്. സോ എന്താ ഇപ്പൊ കുട്ടികളുടെ ഡെവലപ്മെന്റിന് നെസസറി ആയിട്ട് 2 കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, അവർ വളർന്നു വരുന്ന സാഹചര്യം, സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്, അത് പ്രിപ്പയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മളിലാണ്. നെക്സ്റ്റ്, ഫ്രീഡം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുക എന്നുള്ളതല്ല, ഇറ്റ്സ് ദെയർ റൈറ്റ്. അവരുടെ ഓരോ വളർച്ചയിലും അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം എന്നുള്ളത് അവരുടെ റൈറ്റ് തന്നെയാണ്. ബട്ട് വി ക്യാൻ കൺട്രോൾ ദാറ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അവരുടെ ഏജ് അനുസരിച്ച് ഒക്കെ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻസ് വെക്കാം. പിന്നെ ഇത് കൂടാതെ ഈ ഒരു ടൈമില് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ ആയിട്ടുള്ള ടൂൾ അല്ലെങ്കിൽ എയ്ഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റീവ് പീരീഡ്. ആ ചെറിയ പ്രായത്തില് അവർ മോർ സെൻസിറ്റീവ് ടു ദി എൻവയോൺമെന്റ് ആൻഡ് അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബൻ മൈൻഡാണ്. കിട്ടുന്ന മുഴുവൻ വലിച്ചെടുക്കും, ഇംപ്രഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യും, മെമ്മറിയിലുണ്ടാവും. ഞാനിപ്പോ ഇത്രയും ഈ ഒരു യൂണിറ്റിന്റെ ഒരു ബ്രീഫാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പം ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി പറയണം എന്നല്ലേ പറഞ്ഞേ? അറ്റ് ദ സെയിം ടൈം വേറൊന്നും കൂടി, എനിവേ നിങ്ങളെല്ലാരും ജോബ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ട്യൂഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ നല്ലതുപോലെ നോക്കണം, ഒക്കെ ഉണ്ടാവും ഈ ഒരു കോഴ്സ് എടുത്തപ്പോഴും ഈ കോഴ്സിലൂടെ കടന്നു പോകുന്ന സമയത്തും. സോ സൈക്കോളജിയുടെ 3 കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അതായത് സൈക്കോളജി നമുക്കറിയാം, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് സൈക്കോളജി. നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താന്ന് കണ്ടു, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം, ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം. ചൈൽഡ് സൈക്കോളജി ഇപ്പൊ പറഞ്ഞ ആ ഒരു കുട്ടികളുടെ ആ ഒരു ഏജ്, അവിടെ വരുന്ന മാറ്റങ്ങൾ, ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഒക്കെയാണ്. ഇത് കൂടാതെ ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോൾ ലൈഫ് സ്പാൻ, നമ്മൾ ജനിച്ചത് മീൻസ് അമ്മയുടെ വൂമ്പിൽ ഒരു ചെറിയ ജീവന്റെ തുടിപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ, ആ ടൈം തുടങ്ങി മരിക്കുന്നവരെ, വൂം ടു ടോംബ്, ഗർഭപാത്രം തുടങ്ങി ശവകുടീരം വരെയുള്ള നമ്മളുടെ ഒരു യാത്ര ഉണ്ടല്ലോ, ആ ലൈഫ് സ്പാനിനെ കുറിച്ചുള്ള സൈക്കോളജി, അതിന്റെ സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നല്ലത്. ആഫ്റ്റർ എക്സാം ഓൺലി കേട്ടോ. ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തൊരു അസസ്മെന്റ് ടൂൾ തയ്യാറാക്കുന്നതിനൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അവയർനെസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, then developmental psychology. Okay, so development of imagination and creativity. Yes, ആരാ റീഡ് ചെയ്യുന്നേ? ജോലിയാണ്. ആരില്ലേ? എനിക്ക് വായിക്കുകയല്ല വേണ്ടത്, ക്ലാസ് എടുക്കുക വേണ്ടത്. ജ്യോതി പ്രിപ്പയർഡ് ആണെന്നാണോ അല്ലെന്നാണോ പറഞ്ഞേ? അല്ല സുഖമില്ലാതിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയി. നാട്ടിലാണോ അതോ ജോലി സ്ഥലത്താണോ? അല്ല, ജോബിൽ തന്നെയാണ് മാം. അതെന്താണെന്നല്ല, 2 ദിവസമായിട്ട് ഭയങ്കര തലകറക്കമായിട്ട് ഞാൻ ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചക്ഷൻ ഇട്ട് ഇന്ന് രാവിലെയും വന്ന് ഇവിടെ വന്നിട്ട് തലകറങ്ങി വീണിട്ട് പിന്നെയും കഴിക്കുന്നുണ്ട് മാം. എന്താണെന്നല്ല, ഡിപ്രഷൻ കൂടുതലായത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ തലകറക്കം ഇടയ്ക്കിടയ്ക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഉണ്ടായിരുന്നത്. ആരും ഇല്ലെങ്കിൽ വായിക്കാനാണെങ്കിൽ ഞാൻ ജ്യോതിയെ വിളിക്കാം കേട്ടോ. നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്തത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. നിങ്ങൾ പിന്നീട് വായിച്ചാലും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് പറയാം, നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. കുട്ടിയില് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടിയെ ഇൻഡിപെൻഡൻസ്, ഫ്രീഡം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം.
ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കരുത്. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. കാരണം നേച്ചർ അത്രയും റിസോഴ്സ്ഫുൾ ആണ്. ഒരു കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ നേച്ചർ വളരെയധികം ബ്ലെസ്ഡ് ആണ്. അപ്പോൾ ആ കുട്ടിയെ അതിനനുസരിച്ച് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ്. അപ്പോഴാണ് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയുള്ളൂ എന്നാണ് മറിയാം മോണ്ടിസോറിയുടെ ഒരു ഒബ്സർവേഷൻ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എക്സാമ്പിൾ പറയട്ടെ മാം അതിന്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ നമ്മൾ ടോളും ഷോർട്ടും പഠിപ്പിക്കുമ്പോൾ നമ്മള് ഒരു മരം, നമ്മുടെ മുറ്റത്തിലത്തെ ഒരു മരം ആണെങ്കിൽ അത് ചെറിയ ചെടിയും ഉണ്ടാവും. ഇത് തമ്മിലുള്ള കമ്പാരിസൺ വെച്ച് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ മാം? അല്ലെ? അതായത് ഒരു ഇരുമുള മരമാകുമ്പോൾ അത് ടോൾ, ചെറുതാകുമ്പോൾ ഷോർട്ട്. അതുപോലെ ഫ്ലവേഴ്സ്, കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് നമ്മുടെ മുറ്റത്ത് നമ്മളിത് പഠിക്കുമ്പോഴാണ് അറിയുന്നത് ഒരു വരാന്തയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട്, ഒരു മുറ്റത്തിന് എത്ര പ്രാധാന്യമുണ്ട് നമ്മൾ ഈ മോണ്ടിസോറിയിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ മുറ്റത്ത് നിൽക്കുന്ന പൂക്കൾ, അതിലൂടെ നമുക്ക് കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ധന്യ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞപ്പോ ചിലപ്പോ നമ്മളുടെ ഉള്ളിലേക്ക് ഇതുപോലെ ശരിയാണല്ലോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വരേണ്ടാവും. നമ്മളുടെ ആ ഒരു ഇമാജിനേഷൻ, നമ്മളുടെ ചെറുപ്പത്തിലെ പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവും ഇതുപോലെ തന്നെ. ആ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും. അപ്പൊ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെ മുറ്റത്ത് വിടുമ്പോ, അല്ലെങ്കിൽ ചെടികളുടെ ഇടയ്ക്ക്, പൂക്കളുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ അവരും കൂടെ ചേർന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരുടെ ഉള്ളിലും അവരുടെ ഉള്ളിലപ്പോ ആ ഒരു ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാനായിട്ട് കാര്യങ്ങൾ വരും. അവർ പലതും ഇമാജിൻ ചെയ്യും. ഒരു പൂവിനെ കാണുമ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് വേറൊരു രീതിയിലായിരിക്കും. ഒരു തുമ്പിയെ കാണുമ്പോഴും അവരുടെ മനസ്സിൽ വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും വരുന്നത്. വളരെ റിയൽ ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാർമോണിയസുമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റുമായി കുട്ടികളെ കണക്ട് ചെയ്യണം. ഇത് വായിച്ചു പോണോ? മാം, ഉറുമ്പിനെ കണ്ടാലും അങ്ങനെ തോന്നില്ലേ മാം? ആൻഡ് ഉറുമ്പ് അതിനെ പിള്ളേർ നിരീക്ഷിക്കുമ്പോഴും ഒരു ടീം വർക്ക് അല്ലേ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ഒരു ചെറിയൊരു ബിസ്ക്കറ്റിന്റെ ഒരു എന്തെങ്കിലും ഒരു മധുര പൊടി ഉണ്ടെങ്കിൽ അവർ ഒരു ടീമായിട്ട് വന്നിട്ട് എടുത്തോണ്ട് പോകുന്നത് കാണാം. ഞാൻ മോനെ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അവരുടെ ആ ഒരു ഐക്യം. മോൻ കുറെ നേരം നോക്കിയിരിക്കില്ലേ? അതെ, ഒരുപാട് നേരം ഇത് സ്പ്ലിറ്റ് ആയി പോകുന്നതും ഒരു ചെറിയൊരു ഇത് ഒരുമിച്ച് കളക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അങ്ങോട്ട് അവരത് കൊണ്ടുപോകുന്നതും അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നതും മുറ്റത്തൊക്കെ ഇറങ്ങി ഇതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അതേപോലെ നമ്മുടെ മരത്തിന്റെ അടുത്ത് റീച്ചിൽ ഇപ്പൊ കാക്കക്കൂടൊക്കെ ഉണ്ടെങ്കിലും കാക്ക അവിടെ വന്നിരിക്കുന്നു, ഓരോ ചുള്ളി എടുക്കുന്നു. ഇതൊക്കെ കുട്ടികൾക്ക് നല്ലൊരു നേച്ചർ ഒബ്സർവേഷൻ ആണ്. സോ ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അത് ജോലി പ്രിപ്പയർഡ് ആണെന്ന് പറയും. ജോലി വായിച്ചിട്ട് പറയല്ല, അല്ലാതെ ജോലിക്ക് ആഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളെ വീട്ടില് നമ്മള് ഓരോ ടെസ്റ്റ് ബേസ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കാമെന്ന് ആഗ്രഹിക്കുക. ഒരു മിനിറ്റ് ജ്യോതി എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല അതിന് മുമ്പ്. ഓക്കെ സോറി. ജ്യോതി എന്ന് പറഞ്ഞു എന്താണ്? അതല്ല, നമ്മളെ കുട്ടികളെ ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ എന്തൊക്കെ ചിട്ടയോട് നമ്മൾ ചെയ്യുന്നു, ഇപ്പൊ പാത്രങ്ങളായാലും അത് ഓർഗനൈസ് ചെയ്യാനും, പിന്നെ വീട്ടിലൊക്കെ ഡ്രസ്സുകളാവട്ടെ എന്താവട്ടെ അതൊക്കെ കറക്റ്റ് ടൈമില് എല്ലാം എടുത്തു വെക്കലും അത് അങ്ങനെ ഇടാതെ ആ ഒരു നീറ്റ്നെസ്സോടെ ഇരിക്കുമ്പോഴും ആ കുട്ടികളും നമ്മളെ നോക്കി, പാരന്റ്സും നോക്കി അതൊക്കെ ആ ചിട്ടകളൊക്കെ പഠിക്കും. ഇതല്ലേ മാം ഒരു എൻവിറോൺമെന്റ് എന്ന് പറയുന്ന നാച്ചർ. അത് പിന്നെ നമ്മളെ ഡ്രസ്സ്, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഈ പിങ്ക് കളർ. എന്റെ മോൾക്ക് ഞാൻ വളർത്തുമ്പോ അവൾക്ക് പിങ്ക് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയി എടുത്താലും അമ്മ എനിക്ക് പിങ്ക്, എനിക്ക് ആ പിങ്ക് ഡ്രസ്സ് വേണമെന്ന് പറയും. അപ്പൊ അതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിനുള്ളിൽ എങ്ങനെയാണ് എല്ലാം ഇപ്പൊ നമ്മള് ഒരു ഡബ്ബ എടുത്ത് എന്താ പറയുക, നമ്മള് മെറ്റീരിയൽസ് ഒക്കെ കടുക് എന്നൊക്കെ ഇട്ട് വെക്കണ ആ ഡബ്ബകളൊക്കെ ഓർഗനൈസ് ചെയ്യാനും, പാത്രങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെക്കാനും, അതൊക്കെ നമ്മുടെ ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുമ്പോൾ അവര് ആ ഒരു നാച്ചുറലായിട്ട് ചെയ്യാനും, പിന്നെ ബുക്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ അടുത്ത് അതാത് സ്ഥലത്ത് തന്നെ വെക്കണം എന്ന് നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു വെച്ചാൽ അവര് അതന്നെ
ആ ഓർഡറിൽ തന്നെ എടുത്തു വെക്കാനും, ഇപ്പം മാം പറഞ്ഞ പോലെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മോണ്ടിസോറിയിലെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പോൾ അതാത് സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അപ്പൊ അവരെടുത്ത് വെക്കുക. അത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ പോയി അതൊക്കെ ചെയ്യുന്ന എനിക്ക് പറയാൻ തോന്നിയത്. താങ്ക് യു മാം. എനിക്ക് പറയാനുള്ളത് നേരെ തിരിച്ചാണ്. മറിയാം മോണ്ടിസറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാന്റസി വേൾഡിലേക്ക് കുട്ടികളെ നയിക്കരുത്. ഫാന്റസി വേൾഡിലേക്ക് കുട്ടികളെ നയിച്ചാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ മിസ്യൂസ് ആയി പോകുന്നത്. ഈ ചില കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും ഈ ഫാന്റസി ഗെയിം ആയാലും ഫാന്റസി മറ്റേ ഇപ്പൊ സ്പൈഡർമാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങൾ കണ്ടിട്ട് അവരും ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോവുകയാണ്. ഇപ്പൊ എൽസ അങ്ങനെ കുറെ അവര് ആ ഒരു ഈയിലേക്കാണ് ചിന്തിക്കുന്നത്. അവരുടെ പ്രവർത്തികളും ചിന്തകളൊക്കെ വരുന്നത് ഫാന്റസി ആയിരിക്കും. അവരൊരിക്കലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒന്നും കാണുന്നുണ്ടാവില്ല. മൊത്തം അവര് ചിന്തിക്കുന്നത് ഇപ്പൊ അവര് പുസ്തകത്തിന്റെ മുമ്പിലായാൽ പോലും അവരുടെ ചിന്ത എന്ന് പറയുന്നത് സ്പൈഡർമാൻ, അവരുടെ ആ ഒരു ഇത് മൂവ്മെന്റ്, ഇപ്പൊ എൽസ ഇങ്ങനെ ഗേൾസ് ആണെങ്കിൽ ആ ഒരു ടൈപ്പ്, ബോയ്സ് ആണ് ഡിസ്നി വേൾഡിലൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത മൊത്തം ഉണ്ടാവുക. ബോയ്സിന്റെ ചിന്തയാണെങ്കിൽ നേരെ മറിച്ചിട്ട് സ്പൈഡർമാൻ, അയൺമാൻ ഇങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങള് ഈ അവര് മൊത്തത്തില് ഫാന്റസിയിലായിരിക്കും ഉണ്ടാവുക. ഒന്നും നമ്മളെ ചുറ്റുവട്ടത്ത് എന്ത് നടക്കുന്നതെന്ന് അവർ അറിയുന്നുണ്ടാവില്ല. അവരുടെ ചിന്തകൾ ഇങ്ങനെ വിരഹിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഫാന്റസിയിലേക്ക് കുട്ടികളെ നയിക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ലതാ. മാം ഐഷ പറഞ്ഞതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ മോനെ ഞാനിങ്ങനെ ചുമരില് സ്പൈഡർ പോകുന്നിടത്ത് കൈവച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താടാ? അപ്പൊ പറഞ്ഞു ഈ സ്പൈഡർ കടിച്ചാണ് സ്പൈഡർമാൻ ആവില്ലേ. പേടിയില്ല സ്പൈഡറിന്. സാധാരണ ചെറുപ്പത്തില് കുട്ടികൾക്ക് ശരിയാണ്. ഈ കുട്ടികള് സ്പൈഡറിനെ കാണുമ്പോൾ അവര് ചോദിക്കുക ഈ സ്പൈഡർ നമ്മളെ മേത്ത് കുത്തിയാല് നമുക്കും സ്പൈഡർമാന്റെ ശക്തി കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ പിടിച്ചു വെച്ചാല് എന്താ പറയാ നെറ്റില്ലേ അതിങ്ങനെ വരും. ആ ഒരു ലോകത്തേക്കാണ് അവരെത്തുന്നത്. എനിക്കിപ്പോ എൻ്റെ അടുത്ത് കുറെ കുട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെ പുസ്തകത്തിന് മുമ്പിലിരുത്തിയാലും ഇവരോട് പഠിക്കാൻ പറഞ്ഞാലും ഇവർക്ക് ഞാൻ എന്തെങ്കിലും വർക്ക് കൊടുത്ത് ഞാൻ വേറൊരു കുട്ടിനെ നോക്കുമ്പോൾ ഇവരുടെ കൈ പോകുന്ന മൂവ്മെന്റ് ഈ സ്പൈഡർമാന്റെ ഇതിലായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക. ഇവൻ പഠിക്കുന്നുണ്ടാവും, അതിന്റെ ഇടയ്ക്ക് ഇവന്റെ മൂവ്മെന്റ് ഈ സ്പൈഡർമാന്റെ രീതിയിലൊക്കെ കൈവച്ചിട്ടുണ്ടാവുക. ആ ഒരു ഇത് മാറ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് പറയാം മോണ്ടിസോറി പറയുന്നത് ഫാന്റസിയിലേക്ക് പോയത്. പക്ഷെ ഇവരൊരു ഏജ് വരുമ്പോൾ അഡോളസൻസിലേക്ക് എത്താറാകുമ്പോഴേക്കും റിയൽ അൺറിയൽ മനസ്സിലാകും. അഡോളസൻസിൽ ഈ ഒരു പ്രശ്നമുണ്ട്. സൂപ്പർ ഹീറോസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവിയിലെ ക്യാരക്ടർ ആയിരിക്കും ആ ഒരു ഹീറോയെ റോൾ മോഡൽ ആക്കുന്ന രീതി. ഹീറോ അവിടെ സ്മോക്ക് ചെയ്യുന്നുണ്ടാവും, കണ്ടിന്യൂസ് സ്മോക്കിംഗ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വില്ലൻ പരിവേഷമാണല്ലോ കൂടുതലും ഹീറോകൾക്ക് കൊടുക്കുന്നത്. ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, വയലൻസ് ഉണ്ടാകും, ഫൈറ്റിംഗ് ഉണ്ടാകും. അതിനൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയട്ടെ മാം. ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പൊ അവന്റെ വീട്ടിൽ ആദ്യം മെയ്ഡും, അവര് ശ്രീലങ്കൻ മെയ്ഡായിരുന്നു. അപ്പൊ ഒരു ഫുൾ ടൈം കാർട്ടൂൺ വെച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവൻ ഓരോ സിനിമ കണ്ട് വിജയിനെ അനുകരിച്ചിട്ട് അവൻ ഒരു ദിവസം ഞാൻ ലോലിപോപ്പ് മിഠായി കൊടുത്തു. അതായത് എല്ലാവർക്കും കൊടുക്കും. അവൻ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ അപ്പൊ അവൻ അത് സിഗരറ്റിന്റെ രീതിയിൽ വലിക്കുക. ഞാൻ എന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അത് ബാഡ് ഹാബിറ്റ് ആണ്, അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവൻ എന്നോട് പറയാ വിജയിന്റെ സ്റ്റൈലാണിത്, ഞാൻ ഇപ്പം എനിക്ക് ഇത് കഴിക്കും, വലുതായാൽ ഞാൻ സിഗരറ്റ് വലിക്കും. ഞാൻ പെട്ടെന്ന് ഷോക്കായി. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ആ സിഗരറ്റ് എന്ന് പറയുന്നത് ബാഡാണ്. അപ്പം അവൻ എന്നിട്ട് പിന്നെ അന്ന് അവൻ നിർത്തി. പിറ്റേ ദിവസം ഒരു പെൻസിൽ എടുത്തിട്ട് അവൻ അതുപോലെ ചെയ്യാണ്. ഞാൻ വിജയിയാണെന്ന് പറഞ്ഞിട്ട് ആള് കുറച്ച് ഹൈപ്പറാണ്, അതുപോലെ അനുകരിക്കുകയാണ്. ഞാൻ വിജയുടെ ഇതാണെന്ന് പറഞ്ഞ് കാലിന്റെ മേലിൽ കാല് വെച്ച് ഈ പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുന്നത് പോലെ. ഞാൻ എന്നിട്ട് അന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇതുവരെ അവൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ചെറുതിലേ ഓരോ മൂവി കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം യൂട്യൂബിലുള്ള പല വീഡിയോസ് കണ്ടിട്ട് ഇവര് ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകുന്നുണ്ട്. ഓക്കെ, നഫ്ലയുടെ ഒരു മെസ്സേജ്. നഫ്ല അങ്ങനെ തന്നെയായിരുന്നു പറയുന്നത്. യെസ്. അപ്പൊ പിന്നെ ഈ ഫാന്റസി നമുക്ക് ഇപ്പൊ പ്രോപ്പറായിട്ട് വളരുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ഫ്രീഡം ഉള്ള കുട്ടികളെ
ഫാന്റസിയിൽ നിന്നും പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. പക്ഷെ അല്ലാതെ ഫാന്റസിയിലേക്ക് ഒരു വിത്ഡ്രോവൽ സിംറ്റം കാണിക്കുന്ന കുട്ടികളുണ്ട്. വീട്ടിൽ ഫാമിലി ഇഷ്യൂസ് ഉള്ളവര്, പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സോ വഴക്കോ ഉള്ളത് കുട്ടി കാണുന്നു, അല്ലെങ്കിൽ കുട്ടിയെ എല്ലാത്തിനും പണിഷ് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആണെങ്കിൽ കുട്ടി എപ്പോഴും ഈ ഒരു ഫാന്റസി വേൾഡിലാവാനായിട്ട് താല്പര്യപ്പെടും. അത് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ആ ഒരു വിത്ഡ്രോവൽ സിംറ്റം ആണ് അവർ കാണിക്കുന്നത്. കാരണം അവർക്ക് മറ്റേത് അവർക്ക് ടെൻഷനാണ് എപ്പോഴും പണിഷ്മെന്റ് കൊടുക്കുന്നു, വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ പാരന്റ്സ് എപ്പോഴും കുട്ടിയുടെ മുന്നിൽ വെച്ച് വഴക്കിടുന്നു. ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ കുട്ടി ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടില്ല. അങ്ങനെ ഒരു ഫാമിലി സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഫാന്റസിയിലേക്ക് പോകും. അത് അവർ കാണിക്കുന്ന ഒരു വിത്ഡ്രോവൽ സിംറ്റം ആണ്. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ആശ്വാസം കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും. അപ്പൊ അങ്ങനെ പോകുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങള് നമ്മളുടെ ശരിയായ രീതിയിലൊരു പ്രോപ്പർ കെയറും ഒരു നല്ലൊരു സറൗണ്ടിങ്സും ആണെങ്കിൽ അവർ ഈ ആ ഒരു ടൈമിലുള്ള ആ ഒരു ഹീറോയിസം കാണിക്കലും ആ ഒരു അനുകരണം ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് റിയൽ എന്നുള്ളത് മനസ്സിലാവും. റിയൽ അൺറിയൽ അവർ തിരിച്ചറിഞ്ഞാൽ മതി, വേറൊന്നും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഫേബിൾസ് പണ്ടൊക്കെ നമ്മൾ ഇതുപോലുള്ള കഥകൾ കേട്ടൊക്കെയല്ലേ വളർന്നേക്കുന്നത്. സിൻഡ്രല്ല, സ്നോ വൈറ്റ്, അങ്ങനെയാണ്. അന്ന് വയലൻസ് കുറവായിരുന്നു അല്ലെ? വയലൻസ് വരുന്ന രീതിയിലുള്ള മൂവീസോ കഥകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമുക്കറിയാം സിൻഡ്രല്ല അതൊരു കഥയായിരുന്നു, അല്ലാതെ അങ്ങനെ ഒരു റിയൽ ആയിട്ട് സംഭവിച്ചിട്ടില്ല എന്നും. സ്നോ വൈറ്റിന്റേതും അതുപോലെ അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ടല്ലോ ഡിസ്നിയിലെ, കുറെ ക്യാരക്ടേഴ്സ്. അതൊക്കെ ഒരു കഥയാണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ പല പല ഡെവലപ്മെന്റ്സും ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസും ഒക്കെ കൊണ്ട് അവര് ആ ഒരു റിയലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റാത്തതിന്റെ കുറെയൊക്കെ കാരണങ്ങൾ അവര് വളരുന്ന സാഹചര്യം കൂടിയായിരിക്കും. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നമ്മൾ റിയാലിറ്റിയുമായിട്ട് കുട്ടിയെ എക്സ്പോസ് ചെയ്യിക്കണം എന്ന് തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. റിയൽ, ബ്യൂട്ടിഫുൾ ആൻഡ് ഹാർമോണിയസ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ വായിക്കും, വേറൊന്നും അതിനകത്ത് പറയുന്നില്ല. പ്രാക്ടിക്കലായിട്ട് പിന്നെ കുട്ടി എൻവയോൺമെന്റിൽ നിന്ന് കാണുന്ന പല വ്യൂസിനും ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ കിട്ടണം. ആ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. അത് ഇറ്റ്സ് ലൈക്ക് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവന് ഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ അവൻ ആ ഓർഡർ അറിയാം. എന്താദ്യം ഇടണം, ഷൂ ഇടുമ്പോ സോക്സ് ഇട്ടു, ഷൂ ഇട്ടു, പിന്നെ അത് ലേസ് കെട്ടുന്നു, അങ്ങനെ ഓർഡർ. അങ്ങനെ ഈ ഓർഡർ എല്ലാം കുട്ടിക്ക് കിട്ടുന്നത് എൻവയോൺമെന്റിൽ തന്നെയായിരിക്കും. അവൻ കാണുന്ന പല കാര്യങ്ങളിലും. ഒരു ചെടി നടുന്നു, ഒരു വിത്തിടുന്നു, അത് സ്പ്രൗട്ട് ചെയ്യുന്നു, അങ്ങനത്തെ അത് നമ്മള് കുട്ടിയുമായിട്ട് ചേർന്ന് ചെയ്യുമ്പോൾ അവനത് അറിയാൻ പറ്റും. ആദ്യം ആ വിത്ത് കുഴിച്ചിടണം, മണ്ണ് നല്ലതുപോലെ ആക്കി വെക്കണം, അതിന്റെ മുകളിൽ വാട്ടർ സ്പ്രേ ചെയ്യണം, പിന്നെ കുറച്ച് ദിവസവും ചേർന്ന് ഒബ്സർവ് ചെയ്യണം. 2 ദിവസം കഴിയുമ്പോഴേക്കും അത് മുള പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് വളരെ ടെൻഡറാണ്. അപ്പൊ വെള്ളം എങ്ങനെ ഒഴിക്കണം എന്നൊക്കെ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അറിയാം. വാട്ടർ സ്പ്രേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാം. അങ്ങനെ അങ്ങനെ ലീഫ് വരുന്നു, അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റേജ് അവർക്ക് ആ ഓർഡർ അറിയാം എങ്ങനെയാണെന്നുള്ളത്. നമ്മള് ചെറുപ്പത്തില് ചെടി പറിച്ചു നോക്കിയവരെല്ലാരും ആരെങ്കിലൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും. ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലും പറിച്ചു നോക്കിയിരുന്ന റോസ് ആയിരുന്നു. റോസ് പിന്നെ ഭാഗ്യം കൊണ്ട് ചിലതൊക്കെ വീണ്ടും കുത്തി വെച്ചാൽ കഴിഞ്ഞാൽ മുളയ്ക്കും, ചിലത് ഉണങ്ങി പോകാറുണ്ട്. പിന്നെ പരിപാടി നിർത്തി, ഉണങ്ങി പോകുന്നത് കൂടിയായി. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വേര് വരും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കറിയാം ഇത്ര ഇങ്ങനെ മണ്ണിൽ കുഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേര് പിടിക്കും. ആ വേര് വന്നോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. താങ്ക് യു. ഓക്കെ, ഇമാജിനേഷൻ അത് ഒരു സെൻസറി ബേസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ സബ്ജക്റ്റിനെ സംബന്ധിച്ചാണോന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കാമേ. എനിക്കിപ്പോ 32 years ആയി. അപ്പൊ ഞാൻ +2 പഠിപ്പിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടിയെ അക്ഷരം പഠിപ്പിക്കാൻ വിടുമായിരുന്നു എൻ്റെ വീട്ടിലെ. അപ്പൊ ഈ കുട്ടി കുറച്ച് ദിവസമൊക്കെ വന്നു. അപ്പൊ തൊട്ടടുത്താ, അപ്പൊ എപ്പോഴും കയറി വരികയും ഒക്കെ ചെയ്യുമായിരുന്നു അന്ന്. അപ്പൊ ഇവൻ വന്ന് പഠിച്ചു കഴിഞ്ഞ ഉടനെ ഇവൻ റൂമിൽ പോയി കമന്ന് കിടക്കുമായിരുന്നു. നമ്മുടെ റൂമിൽ നല്ല സ്വാതന്ത്ര്യമുള്ളവനാ. അപ്പൊ അങ്ങനെ അവൻ എന്ത് ചെയ്യും, ഇവൻ റൂമിൽ പോവും, കമന്ന് കിടക്കും. ഞാൻ പഠിച്ചു ചേച്ചി എന്ന് പറയും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം അവനെ കാണത്തില്ല. അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് വേറെ കൊച്ചുങ്ങളും ഉണ്ട്. അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ നോക്കിയപ്പോ ഇവനെ കാണുന്നില്ലല്ലോ, ഇവ എവിടെ പോയി എന്ന് നോക്കിയപ്പോ ഇവ റൂമിൽ കമന്ന് കിടന്നിട്ട് ഈ
തലങ്ങണി എടുത്ത് വെച്ചിട്ട് അതിന്റെ മേളിൽ കിടന്നങ്ങ് നമ്മൾ എന്തുവാ അങ്ങ് തുള്ളുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തുവാടാ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞ് അതൊന്നുമില്ല ചേച്ചി, ഞാൻ കളിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവ ഇനി വന്നപ്പോ കുഞ്ഞാ, 4 വയസ്സൊക്കെ ഉള്ളു ആ പ്രായത്തില്. അപ്പൊ നമ്മളും +2 വരെയല്ലേ, അപ്പൊ നമുക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം താഴെ ഇവന്റെ ഭയങ്കര കരച്ചിലേക്കും, താഴത്തെ വീട്ടിൽ, താഴെ അവന്റെ വീട്. അപ്പൊ ഇവന്റെ നല്ല കരച്ചിലായിരുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചു, അവന്റെ അമ്മയോട് ചോദിച്ചു, ചേച്ചി എന്തിനാ അവൻ കരയുന്നേന്ന് ചോദിച്ചാൽ പറഞ്ഞു അവന് ഭയങ്കര കുഴപ്പം, അവന് ഞാൻ 2 അടി കൊടുത്ത് എന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ആ ചേച്ചി പറഞ്ഞ് ഇവൻ ഇച്ചിരി കയ്യിലിരിപ്പിച്ച് മോശമാ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കരമായിട്ട് കൊച്ചിനെ അടിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇവന് ഈ സെക്ഷൽ ആയിട്ട് എന്തെങ്കിലും കൊച്ചുകുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാവോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ പഠിപ്പിക്കുന്ന pre-KG LKG UKG. അപ്പോൾ നമ്മളെ ഫുഡിന് വിട്ട് കഴിഞ്ഞാൽ ഈ 2 കുട്ടികളെ കാണില്ല. നമ്മളത് ശ്രദ്ധിച്ചു. ഞാനത് 2-3 പ്രാവശ്യം കുട്ടികളെ കാണാതെ. അപ്പോൾ ടോയ്ലറ്റിൽ പോയതാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആന്റിനോട് ചോദിച്ചപ്പം പറഞ്ഞു അവർ ടോയ്ലറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടോയ്ലറ്റിൽ ഇത്ര നേരം എന്താ കുട്ടികൾ, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അന്വേഷിക്കേണ്ട എന്നാണ്. അപ്പോൾ ഈ കുട്ടികൾ എന്താ പറയാ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. 4 വയസ്സുള്ള കുട്ടികൾ വെച്ചാല് ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ഫാമിലിയിൽ നിന്നാണ് അവർ രണ്ടാളും വരുന്നത്. എന്താ പറയാ, അത് കണ്ടപ്പം തന്നെ നമുക്ക് എന്താ പറയാ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പം എന്നുവെച്ചാൽ അവരത് പെങ്ങളെ മോനും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളായിട്ടാണ് വരുന്നത്. നമ്മളവരെ പേരൻസിനെ വിളിച്ചു, കാര്യങ്ങൾ അറിയിച്ചു. പക്ഷെ പേരൻസ് ഒരിക്കലും പറയുന്നത് വീട്ടിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് എൻ്റെ മോനല്ല, മറ്റവർ പറയുന്നത് എൻ്റെ മോനിക്ക് അറിയില്ല അങ്ങനെയൊന്നും. പക്ഷെ നമ്മളോട് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു കുട്ടി സത്യം പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവർ മാമന്മാരുണ്ടാവല്ലോ, അപ്പൊ അവരെ ഫോണിൽ കുട്ടി ഉറങ്ങിയെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ കുട്ടി എപ്പോഴും അതവർ ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പേരൻസ് ഒരിക്കലും സമ്മതിക്കുന്നില്ല. അപ്പൊ അടുത്ത പ്രിൻസിപ്പാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിനെ നിങ്ങൾ കുട്ടീൻ്റെ മൈൻഡിൽ എപ്പോഴും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഏതൊരു ആൺകുട്ടിനെ പോലും ആ കുട്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ. പെൺകുട്ടിനെയല്ല ചെയ്യുന്നത്, ആൺകുട്ടിനെ പോലും. സത്യത്തിൽ കണ്ടപ്പം തന്നെ എന്താ പറയാ, ഞാൻ കുറേ ദിവസം എൻ്റെ മൈൻഡിൽ അത് തന്നെയായിരുന്നു, ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും. പക്ഷെ പേരൻസ് എന്ത് ചെയ്യണം, ഈ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടി നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കുക. അപ്പൊ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു കൊടുക്കുമല്ലോ. ഈ കുട്ടീൻ്റെ മൈൻഡിൽ നിന്ന് അതൊന്ന് മാറണം. കുട്ടി ഏത് നേരം നോക്കിക്കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോലെ ഇതേ അവസ്ഥ. ഏതെങ്കിലും ഒരു ആൺകുട്ടിനെ കൂടിയിട്ട് ഈ കുട്ടി പോകുന്നത്. 4 വയസ്സുള്ള കുട്ടി, 4 വയസ്സിൽ 3.5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ. അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ട്. നിനക്കാകെ എന്താ പറയാ, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ഇപ്പൊ നമ്മള് കുട്ടീനെ സ്കൂളിൽ നിന്ന് തന്നെ ഒഴിവാക്കി. പേരൻസ് സമ്മതിക്കാത്തോണ്ട കുട്ടീനെ ഒരിക്കലും സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇവര് രണ്ടാളും കുടുംബക്കാരായതുകൊണ്ട് രണ്ടാളും അപ്പുറം ഇപ്പുറം സമ്മതിക്കുന്നില്ല. ഒരാള് പറയും എൻ്റെ മോനല്ല ഇത്, ഒരാള് പക്ഷെ മക്കൾ എന്തായാലും സത്യം പറയല്ലോ. മക്കൾക്ക് കളവ് അറിയില്ല, മക്കൾക്ക് ഇതെന്താ കാര്യം എന്ന് പോലും മക്കൾക്ക് അറിയില്ല. അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ മാമൻ്റെ ഫോണിൽ നിന്ന് കാണുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറയാം, കുട്ടികൾ ഒരിക്കലും 3 വയസ്സ് കഴിഞ്ഞ മക്കൾ ഒരിക്കലും രക്ഷിതാക്കളെ അരുവത്ത് കടത്താതിരിക്കുക. എനിക്ക് ഇന്നും അത് ചിന്തിക്കുമ്പോൾ വിചാരിക്കാം, എന്താ പറയാ, അത്രയും ഒരു ഇതുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ നിന്നാണല്ലോ ഈ ഒരു സംഭവം കാണുന്നത്. അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, അല്ലാതെ വേറൊരു വഴിയുമില്ല ഇപ്പൊ. എനിക്ക് അന്ന് അവന് അത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. പക്ഷെ ഇത്രയും വർഷം എടുത്ത് എനിക്കിപ്പോ മാമിനെ കണ്ട് എനിക്കിപ്പോ ഇത്രയും ഇതായപ്പോഴത്തേക്ക് ഇന്നാണ് നമുക്ക് തിരിച്ചറിവും, അല്ലെങ്കിൽ നമ്മൾ വേറൊരു കുടുംബജീവിതത്തിലോട്ട് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവ് വരുന്നത്. അത് അന്ന് നമുക്കത് എന്താണെന്നോ മനസ്സിലാക്കാനോ അത് പറഞ്ഞു കൊടുക്കാനോ തിരുത്താനോ നമുക്ക് കഴിയുന്നു. നാളെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഒരു സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് എന്ന് മാമിനേക്കാൾ കൂടുതൽ വേറെ ആരും നമുക്ക് പറഞ്ഞു തരാനില്ല. അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ, ശരിക്കും കുട്ടികളെ ഈ ഒരു പ്രായം, അതായത് 3 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ്, മെമ്മറി ഇല്ല, അവരെ മാറ്റിക്കിടത്തുക തന്നെ വേണം. എന്റെ മുന്നിൽ വന്ന ഒരു കേസാണ് കേട്ടോ. ഒരു മെയിൽ ഒരാള്, നല്ല പ്രായമായി, ആള് പറയുന്നത് അന്ന്, അതായത് ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടന്ന സമയത്ത് അന്ന് കേട്ട ശബ്ദം വരെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആൾക്ക് നല്ല ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വന്ന ഒരവസ്ഥ പറയാണ്. അതൊരു ട്രോമയായി ആൾക്ക് ആ ചെറുപ്പം തുടങ്ങിയ ഉള്ളിൽ കിടക്കുകയാണ്. ആളെന്നോട് പറയാണ്, മാം വരുന്ന പാരൻസിനോട് പറയണം,
കുട്ടികളെ ഒരിക്കലും കൂടെ കിടത്തരുതെന്ന്. കാരണം അയാൾ അത്രയും വിഷമിച്ചാണ് അത് പറഞ്ഞത്. ഞാൻ അന്ന് കേട്ട ശബ്ദം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പാരന്റ്സ് അടുത്തുണ്ടായിരുന്ന സമയത്ത് കേട്ട ശബ്ദം എന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഒരിക്കലും ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പലർക്കും അത് സംഭവിക്കുന്നുണ്ട്. അവർക്കത് ട്രോമയാകും. അവർക്കൊരു ഫാമിലി ലൈഫിൽ അവര് ഒരു പരാജയമായി മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാറുണ്ട്. നമ്മള് ഡെഫിനറ്റ്ലി അത് പാരന്റ്സ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ അറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പാരന്റ്സിന്റെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. പാരന്റ്സ് അംഗീകരിക്കൂല മാം. അതാണ് നമ്മളവര് തെറ്റിനെ തിരുത്താൻ വേണ്ടി നോക്കാം. പക്ഷെ നമുക്കൊരു പരിധിയില്ലേ. വീട്ടിൽ നിന്നല്ല അവര് ശ്രദ്ധിക്കും. പക്ഷെ പാരന്റ്സ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. എന്റെ മോനെ അങ്ങനെ ചെയ്യില്ല. എന്റെ മോനെ രണ്ടാളപ്പുറം ഇപ്പുറം പിന്നെ കുടുംബകലമായി. എന്റെ മോനല്ല മറ്റവന്. ഇവർ രണ്ടാളും ഫാമിലിയിൽ പെട്ടതാണല്ലോ. പക്ഷെ അതാണ് പേരൻസ്. അപ്പൊ 2 കുട്ടികള് എന്ത് ചെയ്ത് സ്കൂളിൽ നിന്ന് ഒഴിവായി. മാഷ് പറഞ്ഞു നിങ്ങൾ അടിച്ച ഫീസൊക്കെ നമ്മൾ തരാം. പക്ഷെ മറ്റുള്ള കുട്ടികൾക്കും കൂടി ഇതൊരു നിങ്ങൾ അത് അംഗീകരിച്ച് ഒരു നല്ല രീതിയിൽ നമ്മളോട് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പോയിക്കോ, പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾ സത്യം പറഞ്ഞു എന്താ സംഭവം എന്നൊക്കെ. അപ്പം അവര് മുന്നേ തന്നെ കുട്ടികൾ പറഞ്ഞു. പക്ഷെ എന്നിട്ടും അവർ അംഗീകരിക്കൂല. അതാണ് ചില പേരൻസിന്റെ ഒരു ഇതാണത്. പാരന്റ്സിന് ശരിക്കും അവയർനെസ് ക്ലാസ് നമ്മള് ഒരു അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ ചില സ്കൂളുകാർ ഭയങ്കര സീരിയസ് ആയിട്ട് അതെടുത്ത് സെഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ പാരന്റ്സിനും മിക്കവാറും നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയിലെ പാരന്റ്സ് ആയിരിക്കും മീറ്റിങ്ങിന് വരുള്ളൂ. അല്ലാത്തവരൊന്നും വരാറില്ല. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. പാരന്റ്സ് മനസ്സിലാക്കണം കുട്ടികളെ പ്രോപ്പറായിട്ട് നർച്ചർ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫ്രം പാരന്റ്സ് സൈഡ് അവർ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതൊരു പ്രശ്നം തന്നെയാണ്. കുട്ടികളെ മാറ്റി കിടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവരത് 3 വയസ്സ് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി അവർ കാണുന്ന കേൾക്കുന്നതെല്ലാം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് മാറില്ല. പിന്നെ ഈ കാണുന്നത് ചിലപ്പോൾ ഇപ്പൊ പില്ലോയുടെ കേസ് പറഞ്ഞു, പില്ലോ വെച്ചിട്ട് അവൻ തോന്നുന്ന കേസ് പറഞ്ഞത് ഇവൻ കണ്ടത് അവൻ അപ്ലൈ ചെയ്ത് നോക്കുന്നതായിരിക്കാം. ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചിലെ ഒരു അഡോളസൻസ് ഇതുപോലൊരു കുട്ടിയുടെ നേരെ ഒരു പയ്യൻ ഇൻസിഡന്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചറിന്റെ മകനും കൂടിയായിരുന്നു അവരെ ആ ഒരു കൾപ്രിറ്റ് എന്ന് പറയാവുന്നത്. അപ്പൊ ഇപ്പോഴും ആളെ കാണുമ്പോ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു ഇൻസിഡന്റ് വരുന്നത്. ഇത് 7th എന്തോ പഠിക്കുന്ന സമയത്ത്. ഇന്ന് മീഡിയ അത്രയും വളർന്നിട്ടുമില്ല. ഡിജിറ്റൽ വേൾഡ് ഒന്നും അത്രയും വളർന്നിട്ടില്ല. കുട്ടികളെ മൊബൈലിൽ കണ്ടു എന്നൊന്നും പറയാൻ മൊബൈലൊന്നും ആയിട്ടില്ല. 80s ഇടപെടാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ശക്തമായി ഇടപെടുക തന്നെ വേണം. അതാണ് വേണ്ടത്. ഓക്കെ. പാരന്റ്സിനെ ഡീൽ ചെയ്യുമ്പോഴും നല്ലൊന്ന് ശ്രദ്ധിക്കണം. കാരണം അവര് പലതും അവര് അക്സെപ്റ്റ് ചെയ്യില്ലേ. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ഇമാജിനേഷന്റെ കാര്യം പറഞ്ഞ് ആണ് ഇവിടെ വരെ വന്നത്. കുട്ടികളുടെ ഇമാജിനേഷൻ ഞാൻ ഏതോ ഒരു ബാച്ചിൽ കയറിയപ്പോ നിങ്ങളോട് ഷെയർ ചെയ്തോന്നറിയില്ല. ഈ ഒരു ശരിക്കും മോണ്ടിസോറി മെത്തേഡിന്റെ പോലെ ലേണിംഗ് ഏരിയ, പ്ലേ ഏരിയ, അതിലൂടെ പല കാര്യങ്ങളും കുട്ടി ലേൺ ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയുടെ അമ്മ ശരിയാക്കിയ വിവരം ഒരു എന്നോട് ഷെയർ ചെയ്യണ്ടേ. അതിന്റെ കസ്റ്റമൈസേഷൻ ചെയ്യാമോ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? രേഷ്മ ദിലീപ്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ഒരു ബാച്ചിലർ ട്രെയിനി ഷെയർ ചെയ്താണ്. ആളുടെ കസിൻ, ആൾക്ക് ടിൻസ് ആണ്. 1 വയസ്സാകാറായപ്പോഴേക്കും വീട്ടിലെ 1ാമത്തെ നിലയിൽ ഒരു ഏരിയ എടുത്തിട്ട് അവിടെ കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ ഏരിയ ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ടേബിള് കാണുന്നുണ്ട്. ശരിക്കും ആ ടേബിൾ ഞാൻ ക്ലാസ്സിലെടുത്തപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ചേച്ചി മക്കൾക്ക് വേണ്ടിയിട്ട് ശരിയാക്കിയത്. ആ കുട്ടികള് ഗാഡ്ജറ്റ്സ് ഒന്നും യൂസ് ചെയ്യില്ല. മൊബൈൽ അവർക്ക് വേണ്ട, അവര് യൂസ് ചെയ്യാറേ ഇല്ല, കൊടുത്തിട്ടുമില്ല, യൂസ് ചെയ്യാറുമില്ല. TV കാണാറില്ല, കാർട്ടൂൺസ് വെറുതെ ഇരുന്ന് കാണാറില്ല. ഇവർക്ക് എപ്പോഴും ആ ഒരു ഏരിയയിൽ പോയിരുന്ന് കളിക്കുകയാണ് ഇഷ്ടം. ഇവരുടെ സമപ്രായക്കാരായ കുട്ടികൾ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ അതിലുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് ഇവർ പോകും. ആ ഒരു ഏരിയയിൽ അവരെല്ലാരും കൂടി ഇരുന്ന് കളിക്കും. ഈ ചേച്ചി ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
കുട്ടികൾ ഓരോ പ്രായമായപ്പോഴേക്കും ആ ഏരിയനെ വൈഡാക്കാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവിടെ നിറയ്ക്കാനായിട്ട് തുടങ്ങി. അത്രയും പ്ലാൻഡ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു. ഇപ്പൊ ആ കുഞ്ഞുങ്ങള് UKG-ലാണ് പഠിക്കുന്നത്. ഇപ്പോഴും അവർക്ക് അവരുടെ ആ ഒരു ഏരിയ, പ്ലേ ഏരിയ പോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അടുത്ത പേജില് ഒരു ടേബിൾ വരുന്നുണ്ട്. ആ ടേബിൾ ലേണിംഗ് ലെഫ്റ്റ് സൈഡും മെറ്റീരിയൽസ് റൈറ്റ് സൈഡും കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ഓരോ ഡെവലപ്മെന്റ് വരാനായിട്ട് ആ ഏരിയ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലാണ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ആ ടേബിളിലേക്ക് ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ പറഞ്ഞത് സെക്ഷൽ ലെവലിലേക്ക് പോയോണ്ട് എനിക്ക് തോന്നുന്നു. എന്താ മാം അങ്ങനെ പോയത്? അതിനെപ്പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞ. പക്ഷെ കുട്ടികള് ഒരുമാതിരി സെക്ഷൽ ലെവലിലേക്ക് പോയതുപോലെ പിള്ളേരൊക്കെ പറയുന്ന സംസാരം കേട്ടപ്പോ അതെന്താ അങ്ങനെ പോയെന്നൊന്നും മനസ്സിലായില്ല. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ മൊബൈലിൽ കാണുന്നു. ലൈക്ക് പാരന്റ്സ് ആണെങ്കിലും അവരുടെ വീട്ടിലെ വലിയ മുതിർന്നവരാണെങ്കിലും മൊബൈലില് പല രീതിയിലുള്ള വീഡിയോസ് പറയുമ്പോൾ മൊബൈൽ അവരുടെ പേഴ്സണൽ തിങ്സ്. അപ്പൊ മൊബൈലിനോട് ഒരു അട്രാക്ഷൻ കുട്ടികൾക്കുണ്ടല്ലോ. അവര് വീഡിയോ എടുക്കുമ്പോൾ കാണുന്നത് ഇതുപോലുള്ള വീഡിയോ ആയിരിക്കും. ഇത് കാണുമ്പോൾ ഇത് ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം സൈക്കോളജി എന്ന് പറയുമ്പോൾ എല്ലാവരും റിസർച്ചിന് എടുക്കുന്ന അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ്. സിഗ്മണ്ട് ഫ്രോയിഡ് വളരെയധികം ക്രിട്ടിസൈസ് നേരിട്ടു. അദ്ദേഹം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡിസയർ ഏതൊരു ഏജിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ അത് കുഞ്ഞായിരിക്കുമ്പോഴും ഈ ഒരു സെക്ഷൽ ഡിസയർ അവരുടെ ഉള്ളിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കുട്ടികൾ ആ ചെറുതായിരിക്കുന്ന സമയത്ത്, അതായത് അമ്മയുടെ പാല് കുടിക്കുന്ന സമയമുണ്ടല്ലോ, സോ ഓറൽ ആ ഒരു വായാണ് അവരുടെ ടൂൾ എന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് അവരുടെ വായാണ്. പാല് സക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അത് അദ്ദേഹം സെക്ഷുവാലിറ്റിയുമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഇമോഷൻ, അടുത്ത ഏജ് ആകുമ്പോഴേക്കും മോഷൻ, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പ്രഷർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനെ എല്ലാവരും വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തു. അദ്ദേഹം കുട്ടികളുടെ എന്റെ ഒരു ചിന്ത ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് എന്തായിരുന്നാലും ബോഡിയുടെ ഓരോ പാർട്സ് ആയാലും മറ്റുള്ളതായാലും എൻവയോൺമെന്റിൽ നിന്നുള്ളതായാലും അവർക്ക് എന്താ ഇതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ ആ ഒരു ഏജിനുണ്ട്. ആർക്കാലും ഇപ്പം മാം പറഞ്ഞാല് ചെടി അത് പുഴുതു ഞാനും ചെയ്തിട്ടുണ്ട്. നമുക്കിത് എന്താന്ന് അറിയാം. ഓരോ ദിവസം നട്ടു വെക്കും, പിന്നെയും പുഴുതു നോക്കും, കിളിച്ചോ, അതെന്താവുന്നു, അതെന്തായിരുന്നു, അതെന്താകും. അതിൽ എന്ത് കാര്യമായാലും അങ്ങനെ, നമ്മുടെ ബോഡി പാർട്സ് ആയാലും അത് തന്നെ, നമ്മുടെ മറ്റുള്ള എൻവയോൺമെന്റ് ആയാലും അത് തന്നെ, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പേരൻസിനെ പറ്റി ആയാലും എന്ത് ആയാലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് എന്താണെന്ന് അറിയണം, എന്താകുമെന്ന് അറിയണം, ഇതെന്തായിരുന്നു എന്നറിയണം. ആ ഒരു ഏജ് അങ്ങനെയാണ് പോകുന്നതെന്നാ എൻ്റെ ഒരു ചിന്ത. അല്ലാതെ ഒരു സെക്ഷുവൽ ലെവലിലേക്ക് പോകുന്ന പറയുമ്പോ അതൊരുമാതിരി എന്താ പോലെ തോന്നുന്നു കേട്ടപ്പോ, അല്ലാതെ ഒരുമാതിരി ഒരു തെറ്റെന്നുള്ള രീതിയിലല്ല ജോലി നമുക്ക് പറയാൻ പറ്റുക. കാരണം നമ്മള് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് അവയർനെസ്, നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റ് ഓഫ് സ്പിരിച്വൽ ലൈഫിന്റെ കാര്യം ഇപ്പൊ പറയാൻ വരുന്നുണ്ട്. ഈ നമ്മള് ഫാമിലിന്ന് പകർന്നു കൊടുക്കുന്നത്, കുട്ടി കാണുന്നതും കേൾക്കുന്നതും ഇംപ്രഷൻ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോ ഈ കുട്ടി ചിലത് കാണുന്നത് അവന്റെ ഏജിന് പറ്റാത്ത, അപ്രോപ്രിയേറ്റ് അല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ അവൻ അതിനെ ക്യൂരിയസ് ആണ്, അവിടെ ക്യൂരിയസ് ആണ്. അപ്പൊ ഇവൻ സ്വയം ചെയ്തു നോക്കും സ്വന്തം ബോഡിയിൽ, അല്ലെങ്കിൽ വേറൊരു ആളുടെ ബോഡിയിൽ അവൻ അങ്ങനെ പറ്റുന്നത്. അങ്ങനെ വരുമ്പോ ഇവൻ ഏതാണ്ട് തെറ്റ് ചെയ്ത പോലെ തന്നെ പ്രായമായവർ ഇവനോട് പെരുമാറുമ്പോഴാണ് ഇവൻ ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നത്. അതേസമയം നമുക്ക് അവിടെ ഒരു പ്രോപ്പറായിട്ട് അവനെ ഗൈഡ് ചെയ്ത് നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഈവൻ പാരന്റ്സിന് പറ്റിയില്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ തെറപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ പിന്നെ പ്രശ്നമില്ല. ഇത് കുട്ടി ഏതോ കൾപ്രിറ്റിനെ പോലെ, ഒരു തെറ്റുകാരനെ പോലെ ആ ഒരു ചെറിയ ഏജിൽ, നമ്മൾ അറിവുള്ള പ്രായത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹീസ് എ കൾപ്രിറ്റ്. അറിയില്ലാത്ത ആ ഒരു പ്രായത്തിൽ ക്യൂരിയോസിറ്റി കൊണ്ട് ഇവൻ പരീക്ഷണം നടത്തും, ഇവര് എക്സ്പെരിമെന്റ് നടത്തുള്ളൂ ഭയങ്കരമായിട്ട്. അപ്പൊ ഇവൻ കണ്ടത് ഇവനൊന്ന് പ്രയോഗിക്കുവാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ, പ്രോപ്പർ വേയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം. സിഗ്മണ്ട് ഫ്രോയിഡും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാം
പേരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും അവരും അവരുടെ സന്തോഷം പങ്കിടുന്നു. പക്ഷെ കുട്ടികളുടെ മുമ്പിൽ അവർക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പേരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് സംബന്ധിച്ച് അവർക്ക് ലിമിറ്റേഷൻസ് അവർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ കുട്ടിയുടെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ കുട്ടിക്കും അതും ഒരു ഡെവലപ്പ് ചെയ്യുന്ന മൈൻഡ് അല്ലേ അതിനിത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ അപ്പോഴത്തന്നെ അത് വീട്ടിൽ നിന്നായാലും അത് വളരുന്ന ചുറ്റുപാടിൽ നിന്നായാലും സ്കൂളിന്റെ സിറ്റുവേഷൻസിൽ നിന്നായാലും അങ്ങനെയൊക്കെ ഉണ്ടാകാം. അത് ഏത് സറൗണ്ടിങ്സിൽ എന്ന് വെച്ചാൽ ആ സറൗണ്ടിങ്സിന് മാത്രമേ അത് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ കുട്ടിയെ ഒരു കുറ്റവാളിയെ പോലെ സംസാരിച്ചാൽ അതൊരിക്കലും അത് കറക്റ്റായി വരത്തില്ല. നമ്മൾ ഏത് സറൗണ്ടിങ്സിൽ നിന്ന് അതിനെ അങ്ങനെ ആക്കി ആ ഒരു ബാഡ് ഹാബിറ്റ് വരുത്താൻ, അത് ഇത് ബാഡ് ഹാബിറ്റ് ആണോ ഗുഡ് ഹാബിറ്റ് ആണോ എന്ന് കുട്ടിയെ അറിയുന്നില്ല. കുട്ടി അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. അതിന്റെ മൈൻഡിലുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് എവിടുന്നാണ് അത് സംഭവിച്ചത്, അത് അവരാണ് അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. അവര് കറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ അത് സംഭവിക്കത്തില്ല. അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലാസ് റൂമിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയത് കൊണ്ടോ സ്കൂളിൽ പറഞ്ഞുകൊണ്ട് പോയത് നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നു എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല. അത് എവിടെ സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് ചെയ്യണം. അല്ലാതെ കാണുന്നിടത്തല്ല ഇതിങ്ങനെ പാടിക്കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? അത് ജോളി, അത് നമ്മളിവിടെ ആരെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. നമ്മൾ ഇതിവിടെ കാരണം ഈ ക്ലാസ് ഇപ്പൊ കേൾക്കുന്ന പലരും ചിലപ്പോ ഇതുപോലെ സമാനമായ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ അവർക്കൊരു സൊല്യൂഷൻ ആകാൻ ഇതൊരു പക്ഷെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് സംഭവിക്കുന്നുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് എവിടെ പോയി ആരോട് പറയും, എങ്ങനെ ഒരു സപ്പോർട്ട് ചോദിക്കുന്ന പറയാൻ പറ്റില്ല. നമ്മളിവിടെ ആരുടെയും പേരെടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതൊരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പല മാം അത് അങ്ങനെ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞേ. പേരെടുത്ത് പറയുന്നല്ല, പേരെടുത്ത് പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്തൊന്നും പറയാറില്ല, അത്രേ ഉള്ളൂ. എനിക്ക് വേറൊരാൾ പറയുന്നതല്ല, ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവര് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ പല കാര്യങ്ങൾ വരുമ്പോ ഇതൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെക്കോർഡ് ക്ലാസ് ആകുമ്പോ പലരും പലത് കേൾക്കുന്നതല്ലേ. അപ്പോൾ നമ്മളിനി ഇതിങ്ങനെ സംസാരിച്ചു കളയണ്ട, ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ബൈ. അപ്പൊ അതിനൊരു മറുപടി വേണം. കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അറിയാത്ത കുട്ടികൾ നമ്മളുടെ ഈ ബാച്ചിലുണ്ട്. അപ്പൊ അവര് പറയുമ്പോഴേ നമുക്കറിയാം. അപ്പോഴാണ് നമ്മളുടെ കുട്ടികളെ ആണെങ്കിൽ പോലും ഇത് മനസ്സിലാവാത്ത പേരൻസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളെപ്പോലുള്ളവർക്ക് എന്തായാലും ഇത് മനസ്സിലാവും പറഞ്ഞു കഴിയുമ്പോ. അപ്പൊ അയ്യോ ഇങ്ങനൊക്കെ ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഉണ്ടോന്ന് നമ്മളുടെ കുട്ടികളെ എങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ പുറത്ത് നടക്കണുണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴേ അതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ലോകത്തിൽ പലതും നടക്കും. നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ മക്കളെ, നമ്മൾ അധ്യാപകരാണ്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആ എൻവയോൺമെന്റ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ക്ലാസ് റൂമിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. എഡ്യൂക്കേറ്റഡ് അല്ലാത്തവർ വന്ന് ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ നിൽക്കത്തില്ലല്ലോ. ഇവിടെ നമുക്കിത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ടൈം പോകുന്നു പറഞ്ഞതേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മളിനി ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു അനുഭവം വന്നു കഴിഞ്ഞാല് ഇപ്പൊ മാം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ആ കുട്ടിനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കൊന്നും അറിയില്ല. നമ്മൾ ആരോടാ പറയണ്ടേ? പേരൻസിനോടാ പറയണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളോട് പറയണ്ടേ? അല്ലെങ്കിൽ ടീച്ചർമാരോട് ആരോടെ പറയണ്ടേ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ മാമിനോട് പറയുമ്പോൾ നമുക്ക് മാം അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഇനിയുള്ള അനുഭവം വരൂല എന്നൊന്നും പറയില്ല. ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ അതൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഇപ്പൊ എല്ലാത്തിലും ക്ലാസ്സിൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ മാം? ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ്. ആ ടീച്ചർക്ക് ഒരു പാരന്റ് സത്യമായിട്ട് വേണ്ടാത്ത വൃത്തികേട് അയച്ചു. ആക്ച്വലി ആ സ്ത്രീ അത് വേറെ ആർക്കോ അയച്ചതാണ്. അപ്പൊ ടീച്ചർ അത് കണ്ടിട്ട് ടീച്ചർക്ക് അങ്ങനെ വയ്യാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടാളും പാടിയ ക്ലാസ്. ഞാൻ എന്താ ശോഭിത ടീച്ചറെ വയ്യാത്ത? ടീച്ചറെ ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കണം, ഞാനപ്പൊ എന്താ ചെയ്ത് പറഞ്ഞു തിരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പൊതുവെ പ്രശ്നങ്ങളിലോട് ഇടപെടുന്നതിനോട് സത്യം പറഞ്ഞ ഒരു പേടിയെന്നല്ല, ഞാൻ അവോയ്ഡ് ചെയ്യും. എന്ന് വേണ്ട, പിന്നെ ആ പ്രശ്നം വരില്ലല്ലോ. ടീച്ചർ മിണ്ടാണ്ടിരിക്കുക ടീച്ചർ, ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഞാൻ ആ സാറോട് പറഞ്ഞു കൊടുത്തു, അടുത്ത ക്ലാസ് സാറോട് പറഞ്ഞു കൊടുത്തു. ഞാനൊരു എന്താ ടീച്ചർ? ഇല്ല ടീച്ചർ, ഇനി ഇവരത് ചെയ്യരുത്. അവര് പറഞ്ഞതാ, ഇനി ഇവരത്
ചെയ്യരുത്. ഞാൻ ഇത് വിളിച്ചു പറയുന്നത്. അപ്പം അവര് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെ അയ്യോ മാറിപ്പോയതാ ടീച്ചറേന്ന്. ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ടീച്ചർ പറഞ്ഞതിലൂടെ നമുക്ക് അറിയാൻ പറ്റി എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരു സ്കൂളിൽ പോകുമ്പോഴേ അറിയുള്ളൂ. ചിലപ്പോൾ കുട്ടികൾ ക്ലാസ്സിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻസ് ഞാൻ പറഞ്ഞില്ല 6 വർഷം മുമ്പ് വർക്ക് ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഈ മോണ്ടിസോറി പഠിച്ചിട്ട് നമ്മൾ ഒരു സ്കൂളിൽ പോയി എടുക്കുന്നതും പഠിക്കാതെ പോയി എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് പോയപ്പോൾ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞു, പക്ഷെ ഇപ്പൊ പോകുമ്പോൾ നമുക്കത് എന്നില്ലെങ്കിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അത്യാവശ്യം അറിയുന്നുണ്ട്. താങ്ക് യു മാം. ഓക്കെ, ഇറ്റ്സ് എ ലൈഫ് ലേണിംഗ് പ്രോസസ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്, ഒരു സബ്ജക്ട് സ്റ്റഡിങ് അല്ല. ദാറ്റ്സ് വൈ വി ആർ ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ് ഇൻ ദ ക്ലാസ്. ഞാൻ കുറെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അത് പല ഏജിലുള്ളവർക്ക് എടുക്കും. 7 വയസ്സ് തുടങ്ങി 70 വയസ്സ് വരെയുള്ളവർക്ക് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. നമ്മൾ ചില സമയത്ത് ഇതൊക്കെ ഇപ്പൊ റിയൽ ഇൻസിഡന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചില സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം നമുക്ക് റിസൾട്ട് വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക് റിലേറ്റഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പറയേണ്ടി വരും. പിന്നെ ഒരിക്കലും ആരുടെയും പ്രൈവസിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലോ അവരുടെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി, അവരുടെ അനോണിമിറ്റി, ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, ഇതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അതൊക്കെ ഞങ്ങളുടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനും പാടില്ല. ഞാൻ എന്റെ മുന്നിൽ വന്ന കേസസ് എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് റിയൽ തന്നെയാണ്. പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു റൈറ്റപ്സ് ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ. പക്ഷെ പാരന്റ്സിന് ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് മെനി എക്സ്പീരിയൻസസ്, നമുക്ക് ഓൾറെഡി നടന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ കുട്ടികൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് റോങ് എന്നുള്ളത് തിരിച്ചറിയണം. അതിന് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അവിടെ കള്ളം പറയലോ കള്ളത്തരം ഉണ്ടാക്കലോ അല്ല, നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുക, സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യും. അപ്പോഴേ നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ചെയ്യും. പിന്നെ ഞാൻ ഒരിക്കലും മോണ്ടിസോറി മെത്തേഡ് ഞാൻ ഈ PDF-നെ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ എടുക്കില്ല. ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മൾ ഒത്തിരി ബാക്കിലായി പോകുന്നത്. ആ ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലാസിന്റെ വൈബ് അനുസരിച്ച് ചില ക്ലാസ്സിൽ ചിലപ്പോൾ ഒന്നും പറയേണ്ടി വരില്ല, അത് മാത്രം ഫോളോ ചെയ്ത് അങ്ങനെ പോകേണ്ടി വരും. കാരണം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല. ക്ലാസ്സിന്റെ സ്ട്രെങ്ത് കുറവോ അല്ലെങ്കിൽ അവരങ്ങനെ ഇൻവോൾവ് ആവുന്നവരല്ലെങ്കിൽ ക്ലാസ് പെട്ടെന്ന് അങ്ങ് പോകും. ചിലടത്ത് ക്ലാസ് പതുക്കെ പോകുന്നതിന്റെ കാരണം ഇതാണ്, അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നടക്കുന്നത്. ഞാൻ ഈ PDF മുഴുവൻ വായിച്ചില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചു കഴിഞ്ഞു. എന്താണ് അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും ആരെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിനെ മാനിച്ചുകൊണ്ട് അവരുടെ അനോണിമിറ്റിയെ മാനിച്ചുകൊണ്ട് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ ഹസ്ബൻഡ് എന്നെ പറ്റി പറയുന്ന ഒരു കാര്യം, സാധാരണ അങ്ങനെ പണ്ടൊരു ചരിത്രത്തിൽ പറയുന്നുണ്ട്, കുന്തി ദേവി ഇങ്ങനെ എല്ലാം മറച്ചു വെച്ചത് കാരണം സ്ത്രീകൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല, അതൊരു മിത്താണ് കേട്ടോ എന്ന് പറഞ്ഞ് ശാപം കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഹസ്ബൻഡ് പറയും അത് നിനക്ക് ഏറ്റിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്കത് ആ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ഈ ജോബിന് ഫിറ്റ് അല്ലല്ലോ. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. എന്തായാലും ഐ എൻജോയ് ദ സെഷൻ വെരി വെൽ ആൻഡ് ഐ റെസ്പെക്ട് ഓൾ യുവർ ഫീലിംഗ്സ് ഓൾസോ, എല്ലാവരുടെയും കേട്ടോ. ഓക്കെ ജോളി, താങ്ക് യു സോ മച്ച്. ബൈ. ഒന്നും പറഞ്ഞതല്ല, സബ്ജക്ട് മാറി പോയോണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോകുന്നത് അത്രേ ഉള്ളൂ. അല്ല മാം അല്ലല്ലോ അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് അത് എടുത്തിട്ടപ്പോഴല്ലേ മാം അതിന്റെ റിപ്ലൈ പറഞ്ഞേ. അപ്പോഴത് എന്താ അങ്ങനെ പോയ സബ്ജക്ട് മാറി പോയെന്ന് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അല്ല മാമിനെ ഒന്നും പറഞ്ഞതല്ല. അവർ ഗ്രോത്ത്, നമ്മളുടെ ഗ്രോത്തിനെ തന്നെ ഹെൽപ്പ് ചെയ്യും, മറ്റുള്ളവരെ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ബൈ. താങ്ക് യു താങ്ക് യു പറഞ്ഞോട്ടെ. മാം, ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്തോ വലിയ തെറ്റാണെന്നാണ് ചില ആൾക്കാരുടെ ഒരു വിചാരം. അതുകൊണ്ടാണ് അത് പറയുമ്പോൾ ഒരു ഇതായിട്ട് തോന്നുന്നത് എല്ലാവർക്കും. എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ ഏറ്റവും പറ്റിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ ഗ്രൂപ്പാണ്. ബോയ്സില്, അതായത് നമ്മുടെ കൗമാരക്കാരായ ആൺകുട്ടികളില്ലേ, അവർക്ക് ആ ക്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ക്ലാസ് എന്തോ ലൈവ്ലി ആയിരിക്കും കഴിയും. കാരണം അവര്
അറിയാത്ത കുറെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ട് എന്താ ചെയ്യണ്ടേ, ഏതിന്റെ പുറകെ പോകണം എന്നറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പം അവർക്ക് നമ്മൾ കറക്റ്റ് ആ ടൈമിൽ കൊടുക്കുന്നുണ്ടല്ലോ, അവർ പറയും, അവർ നമ്മളോട് വളരെയധികം താങ്ക്ഫുൾ ആയിരിക്കും. അവർ പറയും, മാം ഞങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാക്കി തന്നില്ല, കാരണം ഞങ്ങള് തെറ്റായ വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ മാറ്റി ഞങ്ങളെ കൊണ്ടുവന്നതിനെന്ന് അവർ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളോട് കാണിക്കും. താങ്ക് യു മാം. ഇത് കുട്ടികളെ പേഴ്സണൽ വിളിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മോന്റെ സാറ്റർഡേയിൽ അവർക്ക് പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആയിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സും പേഴ്സണലായിട്ട് അഡ്വൈസ് കൊടുത്ത് കുട്ടികളെ ഓരോ കുട്ടികൾക്കും അതുപോലെ മാർക്കിന്റെ കാര്യം മാത്രമല്ല അവരുടെ ആ ഏജ് അനുസരിച്ചുള്ളതായ അഡ്വൈസ് കുട്ടികളെ പേഴ്സണലായിട്ട് കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സ് അതുപോലെ പ്രിൻസിപ്പല് വൈസ് പ്രിൻസിപ്പല് പേഴ്സണലായിട്ട് അവരെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവര് മനസ്സിലാക്കി അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. നടക്കും ജോലി. കാരണം ചില ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുമ്പോൾ കുറെ പേർക്ക് പബ്ലിക്കലി ഡൗട്ട്സ് ചോദിക്കാൻ ഭയങ്കര വിഷമായിരിക്കും. അത് 1 to 1 നടക്കും, രണ്ടും നടക്കണം. ടീച്ചേഴ്സ് സ്നേഹത്തോടെ തന്നെ എല്ലാം കുട്ടികൾക്ക് നല്ല രീതിയിൽ അഡ്വൈസ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പേര് അതിനെ വിളിക്കാതിരിക്കുകയും നല്ലത്. എന്താ അഡ്വൈസ് എന്ന പേര് അതിനെ വിളിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അവരുടെ ഒരു സപ്പോർട്ട്, ഒരു അഡ്വൈസ് എന്നല്ലെങ്കിൽ പിന്നെ അവർക്ക് സപ്പോർട്ട് എന്ന് മാത്രമല്ല അവർക്കൊരു തിരിച്ചറിവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് നന്മതിന്മയെ പറ്റി തിരിച്ചറിയുന്ന രീതി, അവയർനെസ് അവയർനെസ് ആൻഡ് സപ്പോർട്ട്. അഡ്വൈസ് എന്നൊക്കെ പിള്ളേർക്ക് കേൾക്കുന്നതേ ദേഷ്യമായിരിക്കും. ആണാണ് ആ ഏജ് ഭയങ്കര, അവർക്ക് അഡ്വൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അങ്ങനെയുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാൻ ഒരുപാട് സമയം വേസ്റ്റ് ആക്കിയോ? അതിന് റിസൾട്ട് ഉണ്ടായല്ലോ. അതെ മാം, നമുക്കറിയില്ലല്ലോ, നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് മടി വിചാരിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം നമ്മൾ ചോദിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. കാര്യം നമുക്ക് നാളെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കാണെങ്കിൽ നമ്മൾ കാണുന്ന മക്കൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മളത് പ്രതികരിക്കുന്ന രീതി ശരിയാവത്തില്ല. അപ്പം മാമിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളടുത്ത് നിന്ന് നമുക്ക് ഉപദേശം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Good afternoon, ma'am. Ma'am, I'm not disturbing you. I have one doubt regarding Viva. Yes, please. Ma'am, you told me you told everyone to give the list who can attend the Viva. I think as online, not online, offline, isn't, ma'am? Not offline, it's online, because offline it is already done during the time of practical session. Those who came directly to the institute, they attend the Viva offline. Others will be attending the Viva through Google Meet. Okay, for me, why I'm asking now, I can't come and attend offline, because that's why I ask. For me, it's not possible, ma'am. That was not compulsory, like coming directly and attending the Viva, because we don't have that much time to do directly also. But we given that chance, those came for practical session, if they had completed all the works and everything and they are confident to do Viva, then we said they can do Viva at that time. So your practical session is over now. Yeah, ma'am. For me, online is possible at any time. That's why I'm very much tensed about that also. That's why I asked you. Okay, ma'am. So from now onwards, only online for all the others. Okay, who haven't attend Viva that time. Okay, ma'am. Thank you so much.